Hello, good morning. Good morning. Good morning, ma'am. Sonia. Good morning, Miss. Yes. Good morning. കേൾക്കണ്ടോ? സൗണ്ട് ഉണ്ടോ? ആവശ്യത്തിന് സൗണ്ട് ഉണ്ടല്ലോ അല്ലേ? യെസ്, ഓക്കെ. ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തേക്കാളൊക്കെ. അത് മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അല്ലെ? നമ്മള് എപ്പോഴും പെട്ടെന്ന് അസുഖങ്ങൾ വരുമ്പോ ഏറ്റവും പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ തന്നെയാണ്. അതാണല്ലോ ആരാണ്ടൊക്കെ പറഞ്ഞേക്കണം, മുഖം മനസ്സിന്റെ കണ്ണാടി എന്നൊക്കെ അല്ലേ? അതൊക്കെ തന്നെയാണ്. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മളുടെ HRM സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ ഇന്റർവ്യൂവിന്റെ അവിടേക്ക് എത്താൻ പോണേ ഉള്ളൂ നമ്മള്. അപ്പൊ അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ്, അതായത് നമ്മുടെ എംപ്ലോയീസ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയാ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ അല്ലെ? ആ മാനുവൽ അതായത് ഹ്യൂമൻ റിസോഴ്സുകളെ ഗൈഡ് ചെയ്യാൻ, അവരെ ഗൈഡ് ചെയ്യാൻ, അവരെ കൺട്രോൾ ചെയ്യാൻ, അവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾസ്, അതിനു വേണ്ടിയിട്ടുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കുറെ ഫോമുകൾ ഒക്കെ അടങ്ങിയിരിക്കുന്ന കാര്യമാണ് നമ്മുടെ HR മാനുവൽ. അതിന്റെ കണ്ടന്റുകളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. പിന്നെ കുറെ കാര്യങ്ങൾ, അതിന്റെ ഫേസസ് ഓഫ് റിക്രൂട്ട്മെന്റ്, എന്താ പറയാ നമ്മുടെ HRMന്റെ ചില ഫേസസ്, പ്രീ റിക്രൂട്ട്മെന്റ്, പോസ്റ്റ് റിക്രൂട്ട്മെന്റ്, അതുപോലെ റിക്രൂട്ട്മെന്റ്, അതുപോലെ തന്നെ പോസ്റ്റ് എക്സിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടതാ അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു എന്താ പറയാ ഒരു എംപ്ലോയീസിനെ, ഒരു ഓർഗനൈസേഷനെ ഹൗ ക്യാൻ ദേ അക്വയർ എംപ്ലോയീസിനെ നമുക്ക് എങ്ങനെയൊക്കെ നേടാൻ പറ്റും, ഏത് രീതിയിലൊക്കെയാണ് എംപ്ലോയീസിനെ കിട്ടുന്നത്, അതിന് കുറച്ച് മാർഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. വീണ്ടും നമുക്കത് പറയേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു. അതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇല്ലേ? എല്ലാവരും കണ്ടതാണല്ലോ, വായിച്ചതാണല്ലോ അല്ലേ? Now we have to start from the topic shortlisting. നമുക്ക് ഇവിടെ നിന്നാണ് ഇനി തുടങ്ങണ്ടേ. അപ്പൊ അതിനു മുമ്പ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹൗ ദ ഓർഗനൈസേഷൻ അക്വയർ എംപ്ലോയീസിനെ ഏതൊക്കെ രീതിയിലൂടെ, ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് പുതിയ എംപ്ലോയീസിനെ ഒരു ഓർഗനൈസേഷന് വേണ്ടി കണ്ടെത്താൻ സാധിക്കും. ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, എല്ലാവരും ഇത് തന്നെയാണ് മിക്കവാറും ചെയ്യുക. അപ്പൊ എന്തൊക്കെയാണ്? അപ്പൊ അവര് അതിന് വേണ്ടിയിട്ട് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള നിലവിൽ കിടക്കുന്ന കൂടി കിടക്കുന്ന വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കുറെ ആപ്ലിക്കേഷൻസ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കുറെ ആപ്ലിക്കേഷൻസ് നമ്മുടെ വേക്കൻസി ഫിൽ ചെയ്യാനായിട്ട്, ഇഫ് ദേ ആർ സഫീഷ്യന്റ് എന്ന് നോക്കും. സഫീഷ്യന്റ് ആണെങ്കിൽ ദേ ക്യാൻ ഗോ ഓൺ വിത്ത് ദാറ്റ്. അവിടെയുള്ള നിലവിലുള്ള ആപ്ലിക്കേഷൻസ് വെച്ച് മുന്നോട്ട് പോകാം വേക്കൻസി ഫിൽ ചെയ്യാനായിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അതല്ലെങ്കിൽ മാത്രമാണ് മറ്റ് മാർഗങ്ങളിലേക്ക് അവർ പോകുക. ദാറ്റ് മീൻസ് ഷോർട്ട് നോട്ടീസോ അതുപോലെ തന്നെ സർക്കുലേഴ്സ് ഒക്കെ, മെമ്മോസ് ഒക്കെ ഇൻസൈഡ് ദ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ സർക്കുലേഴ്സ് അല്ലെങ്കിൽ മെമ്മോസ് ഒക്കെ പബ്ലിഷ് ചെയ്ത് വെദർ ദ മാനേജ്മെന്റ് ഓർ സ്റ്റാഫ് ഹാവ് സം സജഷൻസ് അക്കോർഡിംഗ്, ആ വേക്കൻസീസിന് പറ്റിയ സജഷൻസ് അവരുടെ കയ്യിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ? അവരുടെ റെക്കമെൻഡേഷൻസ് ത്രൂവോ അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ചിലപ്പോൾ മേ ബി ദയർ ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ് ഓർ വെൽ വിഷേഴ്സ് അല്ലെ? അവരുടെ ഫ്രണ്ട്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, അല്ലെങ്കിൽ അവർ എന്താ പറയാ നല്ലതാകണം, അല്ലെങ്കിൽ അവരെയും കൂടി എന്താ പറയാ ഏതെങ്കിലും തരത്തില് സെക്യൂർഡ് ആക്കണം അല്ലെ? ജോലിയൊക്കെ കിട്ടി അവരുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ ആകാം. അവരെയൊക്കെ ചിലപ്പോ സജസ്റ്റ് ചെയ്യാം അല്ലെ? ആ ഒരു സർക്കുലറൊക്കെ കാണുമ്പോൾ. ഇനി അതല്ലെങ്കിൽ അവിടെ ഹോസ്പിറ്റൽസിലും മറ്റുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന, മറ്റു ഓർഗനൈസേഷൻസിലാണെങ്കിൽ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന CCTV ത്രൂ അവർക്ക് അവരുടെ ഹോസ്പിറ്റൽസിന്റെ ഫെസിലിറ്റീസും ഡോക്ടേഴ്സിന്റെ കാര്യങ്ങളും ഒക്കെ അവര് പബ്ലിഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ they can also visualize ഇത്തരം കാര്യങ്ങൾ, ഈ വേക്കൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും അവർക്ക് ഒരു എന്താ പറയാ ഒരു വിഷ്വലൈസേഷൻ പോലെ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതും വേണമെങ്കിൽ അവർക്കത് പബ്ലിഷ് ചെയ്യാവുന്നതാണ് TV-യിലൂടെയൊക്കെ അല്ലെ? പിന്നെ പല അഡ്വർടൈസ്മെന്റ് രീതികളും പറഞ്ഞു. പിന്നെയും നമ്മൾ നേരത്തെ പറഞ്ഞ രീതികളിലൊക്കെ ഓൺലൈൻ ജോബ് സൈറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. കൂടുതൽ പ്രൊഫഷണൽസിനെ കിട്ടാനുള്ള മറ്റു മാർഗമാണ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കും പിന്നെ വാക്ക് ഇൻ കാൻഡിഡേറ്റ്സ്. അങ്ങനെ ഒരുപാട് മാർഗങ്ങളിലൂടെയൊക്കെ വി ക്യാൻ അക്വയർ എംപ്ലോയീസ്. അപ്പൊ ഒരു ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്റെ ഒഴിവുകൾ, വേക്കൻസീസ് വരുമ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും
സോഴ്സ് അവർ കണ്ടെത്തും. ഈ പറയുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ടൈപ്പ് ഓഫ് അക്വയറിംഗ് എംപ്ലോയീസ് അവർ ചെയ്യും. ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അതൊരു പ്രൊസീജിയർ ആണ്, അതൊരു രീതിയാണ്. അപ്പോ ഇങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, എംപ്ലോയീസിനെ കണ്ടെത്തുന്ന രീതിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ വിൽ ബി റിസീവ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഇപ്പൊ ഹോസ്പിറ്റലിലായിക്കോട്ടെ, ഹോസ്പിറ്റലിലും ഇതുപോലുള്ള അഡ്വർടൈസ്മെന്റുകൾ മീഡിയാസിലെ ഏതെങ്കിലും രീതിയിലൊക്കെ കാണുമ്പോൾ, ഏത് രീതിയിലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ദ ആപ്ലിക്കൻസ് ഓർ ദ ജോബ് ആസ്പിരൻസ് those who wish for some job, എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ജോബ് സീക്കേഴ്സ് അല്ലെ, ജോലി അന്വേഷിക്കുന്നവർ, ജോബ് ആസ്പിറൻസ് എന്നൊക്കെ പറയാം, അവരെന്ത് ചെയ്യും, ആപ്ലിക്കേഷൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദ ഓർഗനൈസേഷൻ ഹോസ്പിറ്റൽസ് മേ റിസീവ് എ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ്, ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ ഫ്രം ദീസ് ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ദ ഓർഗനൈസേഷൻ, ദ ഹോസ്പിറ്റൽ ഹാസ് ടു ഷോർട്ട് ലിസ്റ്റ് ഫ്രം ദം, അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദ ഷോർട്ട് ലിസ്റ്റിംഗ് വിൽ ബി ബേസ്ഡ് ഓൺ സം പാരാമീറ്റേഴ്സ്. ഇതിന് വേണ്ടിയിട്ട് ചില പാരാമീറ്റേഴ്സ് ആ ഓർഗനൈസേഷൻ, ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവരും എന്ത് ചെയ്യും, ചില മാനദണ്ഡങ്ങൾ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആപ്ലിക്കേഷൻസിനെ നമ്മൾ ചുരുക്കുന്നത്. ഒരുപാട് ഇപ്പൊ 10,000 ആപ്ലിക്കേഷൻസ് വന്നിരിക്കുന്നു, അതിൽ നിന്ന് നമുക്കൊരു 100 എണ്ണമാണ് വേണ്ടത്. ആ 100 എണ്ണത്തിൽ നിന്ന് നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇന്റർവ്യൂ ചെയ്ത്, എക്സാമ്പിൾ നിങ്ങൾ അസ്യൂം ചെയ്യാം, ഒരു 10,000-ഓളം ആപ്ലിക്കേഷൻസ് വന്നിരിക്കുന്നു. നമുക്ക് ചിലപ്പോൾ 10, 20, 100 ഒക്കെ എന്താ പറയാ, അല്ലെങ്കിൽ 50 ആപ്ലിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ വേക്കൻസി ആണോ ഉള്ളത്. അത്രയും പേരെ നമുക്ക് എന്താ പറയാ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒന്ന് ജസ്റ്റ് ഇമാജിൻ, വിചാരിക്കാം, ചിലപ്പോൾ 10,000 ആപ്ലിക്കേഷൻസ് അതിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടാവും. ഇഫ് ഇറ്റ് ഈസ് വെൽ ഓർഗനൈസ്ഡ് ബിസിനസ്, ഒരു നല്ല രീതിയിലുള്ള വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വിൽ ബി മോർ, കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യും. കാരണം ആ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ ഒരു ഡ്രീം അല്ലെ, ഡ്രീം കം ട്രൂ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ചില ഹോസ്പിറ്റൽസ് വേണ്ട, അവിടെ ഞാൻ ജോലിക്ക് പോകുന്നില്ല, ബിക്കോസ് ചിലപ്പോൾ മറ്റ് ഹോസ്പിറ്റൽസിൽ നിന്നും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് ആ ഒരു ഹോസ്പിറ്റലിൽ ഉള്ളത് കൊണ്ടാണ് ചിലടത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതും ചിലടത്ത് നമ്മൾ ആഗ്രഹിക്കാത്തതും. ചില സ്ഥലത്ത് ജോലി ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ, അതിന്റെ ഒരു പാർട്ട് ആകണം. ചിലടത്ത് വേണ്ട, അത് വേണ്ട എന്നും തോന്നും. അതെന്താ, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, ചില സവിശേഷതകൾ അതിനെ മറ്റുള്ളവരിൽ നിന്നും എന്ത് ചെയ്യുന്നത്, മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായി നിർത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടേക്ക് കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ അങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ പേഷ്യൻസ് ഒക്കെ രോഗം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നതും ആ കാരണം കൊണ്ടായിരിക്കാം, അല്ലെ അതുപോലെ തന്നെ അത്തരം ഹോസ്പിറ്റൽസിൽ ജോലി നേടുന്നതും ചിലപ്പോൾ അത്തരം കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറെ പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഹോസ്പിറ്റൽസ് അതിന് വേണ്ടിയിട്ട് നോക്കും. ചില മാനദണ്ഡങ്ങൾ, ഏത് ബേസിസിലാണ് വി ഹാവ് ടു മേക്ക് ദ ഷോർട്ട് ലിസ്റ്റിംഗ്, ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ ഏത് രീതിയിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം എന്നുള്ളത് ആദ്യം തന്നെ കണ്ടുപിടിക്കും. സോ ദീസ് പാരാമീറ്റേഴ്സ് ക്യാൻ ബി അക്കോർഡിംഗ് ടു ദ ക്വാളിഫിക്കേഷൻ. ചിലപ്പോൾ ക്വാളിഫിക്കേഷന്റെ ബേസിസിൽ എക്സ്പീരിയൻസ്, സാലറി, പിന്നെ അവരുടെ ടെസ്റ്റിമോണിയൽസ് എന്ന് പറഞ്ഞാൽ അവര് കൊണ്ടുവന്നിരിക്കുന്ന ചില സാക്ഷിപത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള നമ്മളെ എന്താ പറയാ സർട്ടിഫിക്കറ്റുകൾ, പല രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കും. അത് പഠിച്ചതിന്റെ മാത്രമല്ല മറ്റ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതിനെയാണ് ടെസ്റ്റിമോണിയൽസ് വിളിക്കാം. പിന്നെ പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വം, പിന്നെ അവരുടെ ജോയിനിങ് ടൈം, ഡേറ്റ് ഓഫ് ബർത്ത്, മെനി പാരാമീറ്റേഴ്സ്. ഇനിയും ഓരോ ഓർഗനൈസേഷനും ഓരോ ഹോസ്പിറ്റൽസിനും ദേ ക്യാൻ ആഡ് ഓൺ മെനി പാരാമീറ്റേഴ്സ്. ആ കൂടുതൽ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്ത് ആ പറയുന്ന പാരാമീറ്റേഴ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് പ്രൊജക്ട് ചെയ്യാം, ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അതൊക്കെ ഓരോ ഓർഗനൈസേഷന്റെ ഇഷ്ടം അതനുസരിച്ചിട്ടാണ്. കാരണം കൂടുതൽ എന്താ പറയാ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്താൽ എന്താ പറ്റിയാണെന്നറിയോ, വി ക്യാൻ സെലക്ട് പെർഫെക്റ്റ് കാൻഡിഡേറ്റ്സ്. അതാണ് പ്രത്യേകത. കൂടുതൽ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഫിറ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റിംഗ്. നമ്മൾ ബേസ്ഡ് ഓൺ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് പാരാമീറ്റേഴ്സ്, പലതരം പാരാമീറ്റേഴ്സ് നമ്മൾ കൂടുതൽ ഇപ്പൊ എക്സ്പീരിയൻസ്, ഇപ്പൊ ചില ജോലിക്ക് 2 ഇയർ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ആപ്ലിക്കേഷൻ തരുന്നവർ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരും ചിലപ്പോൾ അപ്ലൈ ചെയ്യും, വിത്തൗട്ട് എക്സ്പീരിയൻസ് ഉള്ളവരും ചിലപ്പോൾ അപ്ലൈ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ പാരാമീറ്റർ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന പാരാമീറ്റർ നോക്കും. 2 വർഷം സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്ന ആളുകളുടെ മാത്രം നമ്മൾ എടുത്തു മാറ്റി വയ്ക്കും. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ സാലറി യു പ്രിഫർ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്ന സാലറി നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടോ, ആപ്ലിക്കേഷൻ ഹാൻഡ് റിട്ടൺ ഫോമിലാണെങ്കിൽ അപ്പൊ ഇത്ര സാലറി, അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സാലറിയിൽ ഒതുങ്ങുന്നതാണോ ഈ പറഞ്ഞിരിക്കുന്നത് ആണോ എന്നുണ്ടെങ്കിൽ മാത്രം അതിൽ നിന്ന് അത് മാത്രം സെലക്ട് ചെയ്യും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ?
ഈ പാരാമീറ്റേഴ്സ് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നത് കൂടുതൽ കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റിംഗ് എളുപ്പമാക്കാനും ആൻഡ് ഓൾസോ നമുക്കൊരു പെർഫെക്റ്റ് കാൻഡിഡേറ്റിനെ കണ്ടെത്താനുമുള്ള രീതികളാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ പറഞ്ഞത് എന്താണെന്ന്? ഇങ്ങനെയൊക്കെയാണ് സെലക്ഷൻസ് നടത്താം. നമ്മൾ വിചാരിക്കും ഒരു ജോലി ഇങ്ങോട്ട് തന്നാൽ എന്താ അവർക്ക് എന്നൊക്കെ, നമ്മൾക്ക് ജോലി കിട്ടാതെ നമുക്കൊരു ഉള്ളിലൊരു വിഷമം ഉദ്ദേശം അങ്ങനെയൊക്കെ വരും അല്ലെ. ഇത്രയൊക്കെ ക്വാളിഫൈഡ് ആയിട്ട് പോലും എന്തുകൊണ്ട് ഐ എം നോട്ട് ഗെറ്റിംഗ് സച്ച് എ ജോബ്, എന്തുകൊണ്ട് എനിക്ക് ആ ജോലി കിട്ടുന്നില്ല, ഇത്രയും ക്വാളിഫിക്കേഷൻ ഒക്കെ എനിക്കില്ലേ. പക്ഷേ പാരാമീറ്റേഴ്സ് വിച്ച് ദ ഓർഗനൈസേഷൻ ഫിക്സ് ഹാസ് ടു ബി സാറ്റിസ്ഫൈഡ്. ആ ഓർഗനൈസേഷൻ ഫിക്സ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിന് എന്താ പറയാ ഉള്ളിൽ ഒതുങ്ങുന്നതായിരിക്കണം, അല്ലെങ്കിൽ ആ പാരാമീറ്റേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. അങ്ങനെയുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കാൻ എളുപ്പത്തിനും പെർഫെക്റ്റ് കാൻഡിഡേറ്റിനെ കണ്ടെത്താനും ഷോർട്ട് ലിസ്റ്റിംഗ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ അവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. If we call the candidates for some applied for the interview without any അത് എക്സാമ്പിൾ അതിന്റെ അടുത്താണ് പറയുന്നത്. അതിലേക്ക് നമ്മള് ഈ ഷോർട്ട് ലിസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ നമ്മളൊരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ തന്നവരൊക്കെ പോരെന്ന് പറഞ്ഞാൽ ഈ എന്ത് മാത്രം സമയം എടുക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണെന്ന് പറഞ്ഞത്. ഇങ്ങനത്തെ ഹെർക്കുലിയൻ ടാസ്ക് കീറാമുട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ലെ, ചില പ്രോബ്ലമോ ഇതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്. ദാറ്റ് വിച്ച് കനോട്ട് ബി മെയ്ഡ് പോസിബിൾ. ആ ഒരു ടാസ്ക് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ഹെർക്കുലിയൻ ടാസ്ക് എന്ന് വിളിക്കുക. ഒരു 100 വേക്കൻസി ഉണ്ട്, 10,000 ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ തന്നവരൊക്കെ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചാലോ ഇത് വലിയ ടൈം കൺസ്യൂമിങ് അല്ലെ, ഒരുപാട് സമയം എടുക്കും. ഈ 10,000 എണ്ണത്തിലേക്ക് ഇന്റർവ്യൂ ചെയ്തിട്ട് എപ്പോ തീരാനാ? ഒരു ദിവസം 2 ദിവസം ഒന്നും പറ്റില്ല അല്ലെ, ഒത്തിരി സമയം പോകും. അതുപോലെ തന്നെ ഇതൊരു ടീഡിയസ് വർക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ ഭയങ്കര മടുപ്പിക്കുന്ന ഭയങ്കര മടുപ്പ് തോന്നും. ഒരു 5 എന്താ പറയാ 100 പേർക്ക് വേണ്ടിയിട്ട് 500 പേരെ എന്താ പറയാ നമ്മള് ഇന്റർവ്യൂ ചെയ്യുന്നതും ഈ 10,000 പേരെ ഇന്റർവ്യൂ ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. സോ ബിഫോർ മേക്കിംഗ് ദാറ്റ് ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ കോൾ ചെയ്യുന്നതിന് മുമ്പ് വി ഹാവ് ടു ഷോർട്ട് ലിസ്റ്റ് ഫ്രം ദീസ് ആപ്ലിക്കേഷൻസ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ആ 10,000 ചുരുക്കി നമ്മളുടെ പാരാമീറ്റേഴ്സിന് കറക്റ്റ് ആയിട്ട് എന്താ പറയാ ആപ്റ്റ് ആകുന്ന പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിലുള്ള കാൻഡിഡേറ്റ്സ് നമ്മളിങ്ങനെ ചുരുക്കി അത് തന്നെ 10,500 എണ്ണമൊക്കെയോ എന്നൊക്കെ ആയിട്ട് മാറ്റുന്നുണ്ട്. അത് നമ്മളിവിടെ പറയാൻ പോകുന്നുണ്ട്. അതിനെ കുറിച്ച് ആ ഒരു എന്താ പറയാ വേക്കൻസിയുടെ എണ്ണോ ആപ്ലിക്കേഷൻസിന്റെ എണ്ണോ ഒക്കെ ഏകദേശം എങ്ങനെയായിരിക്കണമെന്ന് മനസ്സിലായി പറയേണ്ടത്. അത് ഞാൻ പറയാം. അപ്പൊ അതൊരു ടീഡിയസ് ടാസ്ക് ആയി മാറും, അല്ലെങ്കിൽ ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആയി മാറും എന്നാണ് പറഞ്ഞേക്കണേ. ഇപ്പൊ നമുക്ക് എന്താ പറയാ ഒരു 15 നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് അല്ല എന്താ പറയാ വേക്കൻസീസ് ആണുള്ളത്. ഇഫ് യു റിസീവ്ഡ്, അവിടെയാണ് എക്സാമ്പിൾ പറയുന്നത്, ഇഫ് യു റിസീവ്ഡ് അറൌണ്ട് 700 ആപ്ലിക്കേഷൻസ് ഫോർ 50 നമ്പർ വേക്കൻസീസ്. 15 എണ്ണം വേക്കൻസീസ് ആണുള്ളത്. വേക്കൻസീസ് ഫോർ RMO പോസ്റ്റ്. RMO എന്ന് പറഞ്ഞാൽ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ആണ്. ഒരു RMO പോസ്റ്റിലേക്ക് എന്താണ് നമുക്ക് കുറെ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുകയാണ്. അത് 15 വേക്കൻസിയാണ് ഉള്ളത്. അതിനകത്ത് 700 ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. 15 പേരെ നമുക്ക് ആവശ്യമുള്ളൂ. ആൻഡ് വി ഹാവ് റിസീവ്ഡ് 700 ആപ്ലിക്കേഷൻസ്. പറയാണ് ഇറ്റ് വിൽ ബി എ വേസ്റ്റ് ഓഫ് ടൈം. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ 700 പേരെ വിളിച്ചിട്ട് അവരെല്ലാം ഇന്റർവ്യൂ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വേസ്റ്റ് ഓഫ് ടൈം ബോത്ത് ഫോർ ദ ജോബ് ആസ്പിറൻസ് ആൻഡ് ഓൾസോ ഫോർ ദ ഇന്റർവ്യൂവേഴ്സ് അല്ലെ. ഇന്റർവ്യൂവർമാർക്കും അടുക്കും, അവരുടെയും സമയം അത്രയും വേസ്റ്റ് ആകും. ആസ്പിറൻസിന്റെ അതായത് ജോലി അന്വേഷിച്ച് നടക്കുന്ന ഈ ആപ്ലിക്കേഷൻസ് അയച്ചവരും അവരും വന്ന് വെറുതെ കുറെ നേരമൊക്കെ വെയിറ്റ് ചെയ്ത് ഇന്റർവ്യൂവിൽ അവരുടെ ടൈമിന് വേണ്ടി അവര് കാത്തിരുന്ന് അല്ലെ, അത് രണ്ടു കൂട്ടർക്കും ടൈം വേസ്റ്റ് ആണ്. ഇത്രയും പേരൊന്നും എടുക്കാൻ പോലും ആകെ 15 ഒഴിവുള്ളൂ. 700 ആപ്ലിക്കേഷൻസ് വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ പാരാമീറ്റേഴ്സ് അനുസരിച്ചിട്ടാണ് അപ്പൊ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പാരാമീറ്ററുകൾ അതേസമയം എന്ത് ചെയ്യണം, അതനുസരിച്ച് നമ്മൾ ആ പാരാമീറ്ററുകൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ആ ഒരു ഇതില്ല, 5 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അപ്പൊ എനിക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ബി റിലക്റ്റന്റ് ടു അപ്ലൈ ഫോർ ദാറ്റ് പോസ്റ്റ്. ഞാൻ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ മടിക്കും. എന്താ കാരണം? അവർ 5 വർഷം എക്സ്പീരിയൻസ് ചോദിച്ചേക്കണം. ആൻഡ് ഐ ഹാവ് നോ സച്ച് എക്സ്പീരിയൻസ്. എനിക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ അപ്ലൈ ചെയ്യില്ല. കണ്ടോ? അപ്പൊ നമ്പർ ഓഫ് ആപ്ലിക്കൻസിന്റെ എണ്ണം കുറയ്ക്കാൻ ഇതുപോലുള്ള പാരാമീറ്റേഴ്സ് നമുക്ക് കൂടുതൽ ആഡ് ചെയ്താൽ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി മാത്രമല്ല ഈ പറയുന്ന എന്താ പറയാ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇപ്പൊ എത്ര വേക്കൻസീസ് ഉണ്ട്, അപ്പൊ നമുക്ക് ഉള്ള വേക്കൻസീസിന്റെ ആ ഒരു എണ്ണത്തിന്റെ ഒരു 4 ടൈംസ്, ഒരു ഏകദേശം ഒരു 4 ഇരട്ടിയോ അല്ല 5 ഇരട്ടിയോ അങ്ങനെ പറയണേ. 3 ടൈംസ് ഓർ 4 ടൈംസ്, ഒരു 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആപ്ലിക്കേഷൻസ് നമുക്ക് മതി.
മനസ്സിലായി. അപ്പൊ അതുവരെയായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട്. ഇപ്പൊ 10 വേക്കൻസി ആണുള്ളെങ്കിൽ ഒന്നില്ലെങ്കിൽ 30 അല്ലെങ്കിൽ 40 അത്രയും വരെയാക്കി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കണം. എത്ര വേക്കൻസി ഉണ്ടോ അതിന്റെ 3 or 4 times, ഒരു 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി ആക്കി നമ്മൾ അതിനെ ചുരുക്കി എന്താ പറയാ പാരാമീറ്റേഴ്സ് ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്തിരിക്കുന്നവരിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം. ആൻഡ് വിൽ ബി ഗോ ഫോർ ദ ഇന്റർവ്യൂ. അവരെയാണ് നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. Is it clear? ആ ഒരു പാരാഗ്രാഫ് മനസ്സിലായോ? ഒറ്റ പാരാഗ്രാഫേ പറഞ്ഞിട്ടുള്ളൂ, ഷോർട്ട് ലിസ്റ്റിംഗിന്റെ പാരാഗ്രാഫ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും എന്താ പറയാ സെന്റൻസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അതർവൈസ് അടുത്ത ഭാഗത്തേക്ക് പോകണം. മനസ്സിലായോ എല്ലാവർക്കും? സിമ്പിൾ കാര്യമാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻസ്, ഇത്ര കുറച്ച് വേക്കൻസീസ് ഫിൽ ചെയ്യാനായിട്ട് എല്ലാവരെയും വിളിച്ച് എന്താ പറയാ ഇന്റർവ്യൂ നടത്തേണ്ട കാര്യമില്ല. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. സോ ഷോർട്ട് ലിസ്റ്റിംഗ് വിൽ ബി ബേസ്ഡ് ഓൺ സം പാരാമീറ്റേഴ്സ് വിച്ച് ആർ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സെയിൽസ്, സാലറി, ഡേറ്റ് ഓഫ് ബർത്ത്, then their joining time, their personality, testimonials according to etc. എന്തോരം വേണമെങ്കിലും നമുക്ക് പാരാമീറ്റേഴ്സ് ആഡ് ഓൺ ചെയ്യാം. അതിന്റെ ബേസിസിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കുന്നു. ആ ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്യുമ്പോൾ വേക്കൻസീസ് എണ്ണം എത്രയാണോ അതിന്റെ ഒരു 3 times or 4 times ഇറ്റ് ഈസ് പ്രിഫേർഡ്. അതാണ് പ്രിഫർ ചെയ്യുന്ന ഒരു റേഷ്യോ എന്ന് പറയുന്നത്. ഇത്ര വേക്കൻസി അതിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആക്കി നമ്മൾ അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കണം. So it will be very easy and also the process will be simple and cleaner while making interviews. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ നമുക്ക് ഇന്റർവ്യൂവിനെ എന്താ പറയാ പെട്ടെന്ന് സിമ്പിൾ ആക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. അതല്ല എങ്കിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് വന്നാൽ നല്ല രീതിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തില്ല എങ്കിൽ എന്ത് പറ്റും? ഇറ്റ് വിൽ ബി എ ഹെർക്കുലിയൻ ടാസ്ക് ഓർ ടീഡിയസ് ടാസ്ക് എന്നാ പറഞ്ഞേക്കണേ. ഇറ്റ് വിൽ ബി വേസ്റ്റ് ഓഫ് ടൈം ബോത്ത് ടു ദ ഇന്റർവ്യൂവേഴ്സ് ആൻഡ് ഓൾസോ ദ ജോബ് ആസ്പിറൻസ്. രണ്ടു കൂട്ടർക്കും, ഇന്റർവ്യൂവിൽ വരുന്നവർക്കും അതുപോലെ അത് ചെയ്യുന്നവർക്കും രണ്ടു കൂട്ടർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? നീ പറയണ്ടല്ലോ, വേഗം പറയ്, പെട്ടെന്ന് yes or no. പറയുന്നില്ല ആരും. പോയ എല്ലാവരും എഴുന്നേറ്റ് യെസ് എന്നോ നോന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടാ. ക്ലിയർ ആണ് എന്നല്ലേ? യെസ്. സോ യു പ്ലീസ് അണ്ടർലൈൻ. ഞാൻ പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടാ. ഷോർട്ട് ലിസ്റ്റിംഗ് നടത്തുന്നത് ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക് ക്രൈറ്റീരിയ ഓർ റിക്വയർഡ് പാരാമീറ്റേഴ്സ്. ശരിയായ രീതിയിൽ അവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാരാമീറ്റേഴ്സിന്റെ ബേസിസിലാണ് ഷോർട്ട് ലിസ്റ്റിംഗ് നടത്തുന്നത്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ്. സെക്കൻഡ് സെന്റൻസ് ഓൾസോ പാരാമീറ്റേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സാലറി, ടെസ്റ്റിമോണിയൽസ്, പേഴ്സണാലിറ്റി, ജോയിനിങ് ടൈം, ഡേറ്റ് ഓഫ് ബർത്ത് എക്സെട്ര. ഓക്കെ, ഇനി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഏറ്റവും നല്ല രീതിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കണം. കൂടുതൽ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ വി ക്യാൻ സെലക്ട് ഓർ വി ക്യാൻ ഫൈൻഡ് പെർഫെക്റ്റ് കാൻഡിഡേറ്റ്സ്. അങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. അത് ഓർത്തിരുന്നാൽ മതി, അതിന്റെ ആവശ്യമില്ല. അത് അണ്ടർലൈൻ ചെയ്യണ്ട. പിന്നെ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇവിടെയാണ്. ബെറ്റർ ഷോർട്ട് ലിസ്റ്റിംഗ്. Better shortlist them according to the above parameters and finally make a list of around 45 to 60. 15 ആൾക്കാർ വേണമെന്ന് പറഞ്ഞ കണക്കിലാണ് ഇവിടെ പറയുന്നത്. നേരത്തെ പറഞ്ഞു 15 വേക്കൻസി ആണെങ്കിൽ 700 ആപ്ലിക്കേഷൻസ് വന്നിട്ട് അവരെ മുഴുവൻ ഇന്റർവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്. അതിന് പകരം അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അബൌട്ട് 45 to 60, അതായത് 3 ഇരട്ടി 4 ഇരട്ടി. 15ന്റെ 3 ഇരട്ടി എത്രയാണ്? അങ്ങനെ പറഞ്ഞേക്കണേ. 15ന്റെ 3 times of 15 makes 45 അല്ലെ? 45 അല്ലേ? വീണ്ടും 15ന്റെ 4 ഇരട്ടി എത്രയാ? 4 times, that is 15 into 4 60. 60. 45 60 എണ്ണമാക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് will be easy task. ഓക്കെ, ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം. 4 times or 3 times എന്നുള്ള സെന്റൻസ് കണ്ടോ? ബെറ്റർ ഷോർട്ട് ലിസ്റ്റ് എന്ന് തുടങ്ങി എന്താ പറയാ ആ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന പാരഗ്രാഫിന് അവസാനിക്കുന്നത് വരെ. ഓക്കെ, അടുത്തേക്ക് പോവാണ്. നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഇത് കുറെ പ്രാവശ്യം പറയുന്നുണ്ട്. ഞാനിപ്പോ ഓരോ സെന്റൻസിനകത്തുള്ള കാര്യം ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. ക്ലിയർ ആയില്ലെങ്കിൽ ഇനിയും പറയാം. ഓക്കെ, ഇനി ആഫ്റ്റർ ഷോർട്ട് ലിസ്റ്റിംഗ്. ഇനി അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അടുത്തതിൽ നമ്മള് എന്താ പറയാ എംപ്ലോയീസിനെ കണ്ടെത്താനുള്ള മാർക്കറ്റിംഗ് കൂടിയൊക്കെ കണ്ടെത്തി നമ്മൾ അവിടെ നിന്ന് കിട്ടിയ ആപ്ലിക്കേഷൻസ് എല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അപ്പൊ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് വരെ അവിടെ നിൽക്കുകയാണ്. ആഫ്റ്റർ ഷോർട്ട് ലിസ്റ്റിംഗ് അടുത്ത സ്റ്റെപ്പ് എന്താ? ഷോർട്ട് ലിസ്റ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കി അടുത്ത സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മൾ അനുസരിച്ച് നമ്മളുടെ എന്താ പറയാ വി ഹാവ് ഷോർട്ട് ലിസ്റ്റഡ് ഓൾ ദീസ് ആപ്ലിക്കേഷൻസ് അക്കോർഡിംഗ് ടു ദ പാരാമീറ്റേഴ്സ് ലേഡ് ഡൗൺ. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്തു? ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ഡിസൈഡ് ദ ഇന്റർവ്യൂ ഡേറ്റ്.
അടുത്ത എന്താ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കാണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇനി ഇത്രയും പേരെയാണ്. അപ്പൊ നമുക്ക് 15 വേക്കൻസി ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ വീണ്ടും ഒന്നുകൂടി എടുത്ത് പറയാണ്. വേക്കൻസി 15 ഉണ്ടായിരുന്നു. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു 45 അല്ലെങ്കിൽ 60 ആപ്ലിക്കേഷൻസ് ആക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. 700 ആപ്ലിക്കേഷൻസ് വന്നിരുന്നു. അതിൽ നമ്മളിങ്ങനെ നമ്മുടെ പാരാമീറ്റേഴ്സിനെ വെച്ച് നോക്കി നമ്മൾ അതിൽ നിന്ന് അരിച്ചു പെറുക്കിയെടുത്ത 60 ആപ്ലിക്കേഷൻസ് ആക്കി മാറ്റി. Now we have to interview these 60 candidates. അടുത്തത് എന്താ? ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 60 കാൻഡിഡേറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർവ്യൂ ചെയ്യണം. എന്നിട്ട് ആണ് ജോലിയൊക്കെ കൊടുക്കണം അല്ലെ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർവ്യൂന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യലാണ്. ഇന്റർവ്യൂ നടത്തുന്നത് പറയുമ്പോൾ ഇന്റർവ്യൂ ആട്ടോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഒന്നും തീരുമാനിക്കാണ്ട് വേഗം തന്നെ അങ്ങോട്ട് പബ്ലിഷ് ചെയ്യാണോ? അല്ല, അതിനു മുമ്പ് കുറെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇന്റർവ്യൂന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ when we are going to decide about the interview date, it is not necessary to consult it with the job aspirants. ഇന്റർവ്യൂവിനുള്ള ഡേറ്റ് തീരുമാനിക്കുന്ന സമയത്തെ ഏത് ഓർഗനൈസേഷനും ഈ ജോബ് ആസ്പിറൻസിന് വരാൻ പറ്റുമോ, ആ ഡേറ്റിൽ അവർ ഫ്രീ ആണോ, അവർ അവൈലബിൾ ആയിരിക്കും, അവർക്ക് വേറെ ഏതെങ്കിലും കാര്യം അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഉണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരെ കുറിച്ച് കൺസിഡറേ ചെയ്യേണ്ടെന്നാ പറഞ്ഞേക്കണേ. അതെന്തുകൊണ്ടാ? നമുക്കൊരു ജോലി വേണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അത് മാറ്റിവെച്ച് എന്ത് ചെയ്യും? അവർ ഇന്റർവ്യൂ പങ്കെടുക്കാൻ പോകും അല്ലെ? ഇല്ലേ? അങ്ങനെയാണോ? നോക്ക്, നിങ്ങൾക്ക് ഇത് പങ്കെടുക്കാൻ പോകേണ്ടവർ, അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കണേ. ആണോ? യെസ് ഓർ നോ? ഇവിടെ ഒരു ആളും അനങ്ങുന്നില്ലല്ലോ. എന്താ, എന്തെങ്കിലും ബോറടിക്കണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കണ്ടോ? യെസ് അല്ല, ബോറടിക്കണ്ടോ? നോന്ന് പറ. ബോറടിക്കുന്നില്ല. യെസ്, വെരി ഗുഡ്. അതെ, അപ്പൊ ഇല്ലേ നമ്മളിപ്പോ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ they will not consider about the availability of job aspirants. ഈ ആൾക്കാർ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന ഈ 45 അല്ലെങ്കിൽ 60 പേര് അവര് ആ ഡേറ്റില് വരുമോ ഇല്ല? ഞങ്ങൾക്ക് അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരു കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ട്, ഇതൊന്നും നോക്കട്ടെ, നമുക്ക് അവരെ കൺസിഡറേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാ പറഞ്ഞേക്കുന്നത്. കാരണം അതൊരു ഓർഗനൈസേഷന്റെ ഇമേജ് ആണ്. എന്റെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷനിൽ നിങ്ങൾ ജോലിക്ക് കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അപ്ലൈ ചെയ്തേക്കണേ. അങ്ങനെയാണെങ്കിൽ എന്ത് തടസ്സങ്ങളാണെങ്കിലും യു ഹാവ് ടു ചേഞ്ച് അക്കോർഡിംഗ് ടു ദാറ്റ്. ആ നിങ്ങളുടെ ഡേറ്റുകൾ, നിങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ചു വെച്ച ഡേറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ, സോ യു ഹാവ് ടു പ്രിപ്പയർഡ് ഫോർ ദ ഇന്റർവ്യൂ. അപ്പൊ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വരാനായിട്ട് അവർ തയ്യാറാകണം. അതുകൊണ്ട് ആ ജോബ് ആസ്പിറൻസിന്റെ ഡേറ്റിന് യാതൊരു കൺസിഡറേഷൻസ് നമ്മൾ കൊടുക്കുന്നില്ല. അവരുടെ ഇന്റർവ്യൂ ഡേറ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓർഗനൈസേഷന് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പൊ മറ്റേത് തരത്തിലുള്ള എൻഗേജ്മെന്റുകളും ജോബ് ആസ്പിറൻസ് ഉണ്ടെങ്കിൽ ദേ ഹാവ് ടു കീപ് ഔട്ട് ഓഫ് ഇറ്റ്. അതൊക്കെ മാറ്റി വെച്ച് എന്ത് ചെയ്യണം? ഷുഡ് കൺവീനിയന്റ്ലി അറ്റൻഡ് ദ ഇന്റർവ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ അവര് വളരെ ഈ ഒരു ഇന്റർവ്യൂല് പങ്കെടുക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ദ സ്പെസിഫിക് ഇന്റർവ്യൂ പാനൽ, ദോസ് ഹു ആർ ഗോയിങ് ടു ബി ഇന്റർവ്യൂ ചെയ്യാൻ വരാൻ പോകുന്ന ഇന്റർവ്യൂ പാനൽ ഉണ്ട്. ചിലപ്പോൾ ഒരാളായിരിക്കില്ല, ചിലപ്പോൾ ഒന്നിലധികം പേരൊക്കെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ആളുകളെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഇന്റർവ്യൂ പാനലിന്റെ അവൈലബിലിറ്റി നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ജോബ് ആസ്പിറൻസിന്റെ അവൈലബിലിറ്റി നോക്കണ്ട. നിങ്ങൾക്ക് ഈ ഡേറ്റിന് വരാൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ മെയിൽ ചെയ്തോ, ഇന്ന ഡേറ്റിലാണ് ഇന്റർവ്യൂ വെക്കാൻ പോണേ, വെദർ യു വിൽ ബി അവൈലബിൾ, നിങ്ങൾ ആ ദിവസം വരാൻ ഉറപ്പാണോ, നിങ്ങൾക്ക് പറ്റുമോ ഇല്ല എന്നൊന്നും ചോദിക്കൂല ഓരോ ഓർഗനൈസേഷനും. അങ്ങനെ ചോദിച്ചാൽ അത് എന്താ പറയാ ഓർഗനൈസേഷന്റെ ബ്രാൻഡ് നെയിമിലേക്ക് ബാധിക്കും, ഇമേജിനെ ബാധിക്കും. അതുകൊണ്ട് അതിനൊന്നും ആരും കുതിരാൻ പോണില്ല. അപ്പൊ അതുകൊണ്ട് അവരെ കൺസിഡർ ചെയ്യില്ല. പക്ഷെ കൺസിഡർ ചെയ്യേണ്ട ഒരു കൂട്ടരുണ്ട്. അതാരാ? ഇന്റർവ്യൂ പാനൽ. Those who are going to interview the candidates. ഈ കാൻഡിഡേറ്റ്സിലേക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ഇന്റർവ്യൂ പാനലിന്റെ സമ്മതം നമുക്ക് വേണം. Whether they will be available, whether they can fix that date according to it. അവരുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് അവർ ഡേറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പൊ ആരാണ് ഇന്റർവ്യൂ പാനലിൽ വരണ്ടേ, ഏത് വിഭാഗത്തിലേക്കുള്ള വേക്കൻസി ആണ് ഫിൽ ചെയ്യാനുള്ള ഇന്റർവ്യൂ ആണ് നടത്താൻ പോണേ അക്കോർഡിംഗ് ടു ദാറ്റ്. അതാണ് അല്ലെ. ഇപ്പൊ നമ്മള് എന്താ പറയാ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു 10 വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കും. ഒരു ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റലാണ്. അപ്പൊ ഒരു 10 വേക്കൻസി ഉണ്ട്. അവിടേക്കുള്ള എന്താ പറയാ ഒരു വേക്കൻസിയുടെ ഇന്റർവ്യൂ നടക്കുമ്പോ ആ കാർഡിയോളജി വിഭാഗത്തിൽ ആരെങ്കിലും ഒക്കെ വേണം അല്ലെ. അപ്പൊ അവർ അവൈലബിൾ ആണോ, ആ ദിവസങ്ങളിൽ അവർക്ക് മറ്റേതെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ, അപ്പൊ അവരുടെ അവൈലബിലിറ്റി നോക്കി വേണം എന്ത് ചെയ്യാൻ, ഡേറ്റ് ഫിക്സ് ചെയ്യാൻ. എന്നാൽ ജോബ് ആസ്പിറൻസിന്റെ ഡേറ്റിന് യാതൊരു എന്താ പറയാ പ്രാധാന്യവുമില്ല. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് ദേ ഹാവ് ടു കോൾ ലെറ്റേഴ്സ്.
അതിന് വേണ്ടി അത് കഴിഞ്ഞിട്ടാണ് അവര് റെഡിയാണ്, അവരൊരു കൺഫർമേഷൻ ഡേറ്റ് തന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമാണ് കോൾ ലെറ്റേഴ്സ് കാൻഡിഡേറ്റ്സിന് വേണ്ടി അയച്ചു കൊടുക്കേണ്ടത്. മെയിലോ പോസ്റ്റ് വഴിയോ ഏത് രീതിയിലാണോ അത്. അപ്പോ കൺഫർമേഷൻ ഫ്രം ദ ഇന്റർവ്യൂ പാനൽ ഈസ് വെരി വെരി നെസസറി ബിഫോർ ഫിക്സിംഗ് ദ ഡേറ്റ്. അപ്പൊ ഈ ഫിക്സ് ഡേറ്റ് ഇന്റർവ്യൂ പാനലിന്റെ സൗകര്യം അനുസരിച്ച് വേണം ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാൻ. അതൊരു കൺഫർമേഷൻ കിട്ടണം. കറക്റ്റ് ആയിട്ട് അവർ കൺഫേം ചെയ്താൽ മാത്രമേ പാടുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആയോ ആ ഒരു പാരഗ്രാഫ്? അടുത്തൊരു കുഞ്ഞു പാരഗ്രാഫ് ആയിരുന്നു, കുഞ്ഞത് അത്ര അധികം വലുതൊന്നുമല്ല. ഓക്കെ, അപ്പൊ ഒന്ന് വേഗം വായിച്ചു നോക്കാം. ആൻഡ് ഓൾസോ നിങ്ങൾ ഒരു സെന്റൻസുകളും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എവിടെയാ the availability of all job aspirants are not normally considered while fixing an interview date. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Okay, അടുത്തത് however the specific interview panel should be available for the interview for which the HR ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണ് ഇതൊക്കെ പോയി എന്താ പറയാ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇന്റർവ്യൂ പാനലിനോട് കൺഫർമേഷൻ വാങ്ങിക്കേണ്ടത് HR മാനേജർ ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണ്. കാരണം എംപ്ലോയീസിനെ, അതായത് എംപ്ലോയീസുമായി ബന്ധപ്പെട്ടതല്ലേ, ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതല്ലേ. അപ്പൊ എംപ്ലോയീസിന്റെ പ്രതിനിധിയാണ് HR മാനേജർ. അപ്പൊ HR മാനേജർ ഇന്റർവ്യൂവിൽ ആരൊക്കെയാണ് വേണ്ടത് അവരെയൊക്കെ പോയി കണ്ട് അവരോടൊക്കെ സമ്മതം മേടിച്ച് ഇന്ന ഡേറ്റ് താങ്കൾ ഓക്കെയാണോ, അടുത്ത ആളോട് അതേ ഡേറ്റ് തന്നെ പറയുന്നു താങ്കളും ഓക്കെയാണോ. അപ്പൊ അവരെല്ലാവരും ഇപ്പൊ എത്ര പേരാണോ ഇന്റർവ്യൂ പാനലിൽ വേണ്ടത് അവരുടെ എല്ലാവരുടെയും കൺഫർമേഷൻ HR മാനേജർ ആണ് വാങ്ങിക്കുന്നത് കേട്ടോ. ബിഫോർ സെൻഡിങ് ദ ഇൻഫർമേഷൻ ഓർ കോൾ ലെറ്റേഴ്സ് ടു ദ ജോബ് ആസ്പിരൻസ് എന്ന് പറയുന്ന സെന്റൻസ് വരെ. ഓക്കെ, ക്ലിയർ ചെയ്യോ? 3 സെന്റൻസ് അണ്ടർലൈൻ ചെയ്തല്ലോ. അടുത്തതിലേക്ക് പോവുകയാണേ. യെസ്, അടുത്തത് എന്താ പറയാ ഇന്റർവ്യൂ പാനൽ. അപ്പോ എന്താ പറയാ ഇനി ഇന്റർവ്യൂ പാനലിനെ നമ്മൾ സമീപിച്ച് HR മാനേജർ ഷുഡ് കൺഫേം ദ ഡേറ്റ്. ഈ ഡേറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ പാനലിൽ വരേണ്ട ആളുകളെയൊക്കെ കണ്ട് കൺഫർമേഷൻ ആര് വാങ്ങിക്കണം? HR മാനേജർ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. Then what about the interview panel? അപ്പോ ഇന്റർവ്യൂ പാനലിനെ നമ്മൾ തെരഞ്ഞെടുക്കണം. ഇനി ഇന്റർവ്യൂ പാനലിനെ തെരഞ്ഞെടുക്കുമ്പോൾ ബിഫോർ ഫൈനലൈസിംഗ് ദ ഇന്റർവ്യൂ പാനൽ we have to also find out which category that interview should be scheduled. ഏത് കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ആണ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യണ്ടേ എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കണം. അതനുസരിച്ചുള്ള ഇന്റർവ്യൂ പാനൽ, അതാണ് ഞാൻ തൊട്ട് മുന്നൊരു എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് വേക്കൻസി ഉള്ളതെങ്കിൽ ആ കാർഡിയോളജി വിഭാഗത്തിന്റെ HODയോ അല്ലെങ്കിൽ കാർഡിയോളജി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാരോ എന്തിനു വേണം? ആ ഇന്റർവ്യൂ പാനലിൽ വേണം. കാർഡിയോളജി വിഭാഗത്തിൽ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് വേറെ ഏതെങ്കിലും വിഭാഗത്തിന്, ചിലപ്പോ ഒഫ്താൽമോളജി അല്ലെങ്കിൽ പീഡിയാട്രിക്സ് ആ വിഭാഗത്തിലെ HODമാരെയോ ആരെങ്കിലും കൊണ്ടുവന്ന് എത്തിയാൽ മതിയോ? അല്ല, അല്ലെ? ഏത് വിഭാഗത്തിലേക്കുള്ള ഇന്റർവ്യൂ ആണോ കണ്ടക്ട് ചെയ്യുന്നത് ആ വിഭാഗത്തിന്റെ എന്താ പറയാ ആ ഒരു ഹെഡ് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. അതാണ്. അപ്പൊ ഏത് വിഭാഗമാണ് എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഏത് വിഭാഗത്തിന്റെ ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കണം. ഒരു എക്സാമ്പിൾ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ആൻ ഇന്റർവ്യൂ ഫോർ അപ്പോയിന്റിംഗ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. എന്താ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ഹോസ്പിറ്റലില്? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഡിപ്ലോമയിൽ പഠിച്ചോ? യെസ്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എന്താ? അതായത് ടു കീപ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഇറ്റ് സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് ക്ലീൻ അല്ലെ. ഹോസ്പിറ്റലും അതിന്റെ ചുറ്റുപാടും എപ്പോഴും വൃത്തിയും ശുചിത്വവുമായിട്ട് അല്ലെ, രോഗങ്ങളൊക്കെ പടരാനും പ്രതികാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് സേഫ് ആയിട്ട് ക്ലീൻ ആക്കി സൂക്ഷിക്കേണ്ട വിഭാഗം. അവിടുത്തെ ഒരു സ്റ്റാഫിനെ, ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മെമ്പറിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? എന്താ പറയാ വേക്കൻസി ആണ് ഫില്ല് ചെയ്യേണ്ടത് എങ്കിൽ അവിടെ നമുക്ക് ഇറ്റ് ഈസ് നോട്ട് നീഡ് ടു ബി അഡ്രസ്ഡ് ബൈ എ ചെയർമാൻ ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ചെയർമാൻ വേണമെന്നില്ല എന്ന് ആ ഒരു ഇന്റർവ്യൂ പാനലിന് മനസ്സിലായോ? അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒഴിവാണ് നോക്കുക. അവിടുത്തെ ഇന്റർവ്യൂ നടത്തുമ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഏകദേശം ബന്ധം, അതിനെ കുറിച്ച് അറിയാവുന്ന ചില ആളുകൾ ഇന്റർവ്യൂ പാനലിൽ ഇരുന്നാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. അതാണ് പറഞ്ഞേക്കുന്നത്. ലൈക്ക്വൈസ് അതുപോലെ തന്നെ ഒരു മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ നീഡ് നോട്ട് ബി അഡ്രസ്ഡ് ബൈ എ ലോവർ. അതായത് മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുന്നത് ഒരു ടോപ്പാണ് നഴ്സിംഗിന്റെ മെഡിക്കൽ ഫീൽഡിലുള്ള. അതിനെ നമുക്ക് ഒരു ഇന്റർവ്യൂ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരാളെ എടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു നഴ്സിംഗ് സൂപ്രണ്ട്,
നഴ്സിംഗ് സൂപ്രണ്ടിനെ അല്ല നമ്മള് ഇന്റർവ്യൂ പാനലിൽ ഇരുത്തണ്ടേന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഏത് കാറ്റഗറിയിലുള്ള ഇന്റർവ്യൂ ആണോ ദാറ്റ് വിൽ ബി ഇന്റർവ്യൂഡ് ബൈ ദാറ്റ് പർട്ടിക്കുലർ കാറ്റഗറി. ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ആളുകളാണ് അവരെ ഇന്റർവ്യൂ ചെയ്യേണ്ടത്. സോ ബിഫോർ ഡിസൈഡിങ് ദ ഇന്റർവ്യൂ പാനൽ വിച്ച് കാറ്റഗറി ഓഫ് ഇന്റർവ്യൂ ഈസ് ടു ബി മെയ്ഡ്, ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള ഇന്റർവ്യൂ ആണ് നടത്തുന്നതെന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഇന്റർവ്യൂ പാനല് നിശ്ചയിക്കേണ്ടത്. അല്ലാണ്ട് കുറെ വേക്കൻസി ഉണ്ട്, ആരെങ്കിലും ഒക്കെ ഒഴിവുണ്ടോന്ന് നോക്കിയിട്ട് എല്ലാവരെയും കൊണ്ടുവന്നിരുത്തി ഇന്റർവ്യൂ ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് ദ കറക്റ്റ് വൺ. അതാണ് ശരിയായ രീതി. ആദ്യം തന്നെ ഇന്റർവ്യൂ ഏതിനു വേണ്ടിയിട്ടുള്ളതെന്ന് നോക്കുക. ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്യാൻ ആപ്റ്റ് ആയിട്ടുള്ള ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തുക. അതാണ് ഇന്റർവ്യൂ പാനൽ. മനസ്സിലായോ? തോന്നിയോടത്ത് പോയിട്ട് ആരെങ്കിലും ഒഴിവുണ്ടോ എന്ന് നോക്കി ഒഴിവുള്ള ആൾക്കാരെ കൊണ്ടൊന്ന് ഇന്റർവ്യൂ പാനലിൽ എടുത്തില്ലാന്ന്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒന്ന് വേഗം വായിച്ചു നോക്കിയ സെന്റൻസുകൾ. ആകെ കുഞ്ഞ് 2-3 സെന്റൻസ് ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എക്സാമ്പിൾ ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി തലേ കയറ്റി വെക്കുക. കാരണം എന്താ വെച്ചാൽ ഇന്ന കാറ്റഗറിയിലുള്ള ഇന്റർവ്യൂ ആണെങ്കിൽ ആ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന അതിന്റെ ടോപ്പ് HOD ആരാണെന്ന് വെച്ചാൽ അവരെയാണ് ഇന്റർവ്യൂവിന് വേണ്ടി ഇരുത്തേണ്ടത്. ഏതാണ് ആ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? ക്ലിയർ ആണോ? ആണെങ്കിൽ ആ ഒന്നാമത്തെ സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്യുക. മൂവിങ് ടു ദ നെക്സ്റ്റ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കാറ്റഗറിയാണ്. കാറ്റഗറി ഇനി നമ്മളുടെ സ്റ്റാഫ് റിക്വയർമെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മറ്റേത് ഓർഗനൈസേഷനിലാണെങ്കിലും അവിടുത്തെ സ്റ്റാഫിന്റെ റിക്വയർമെന്റ്, ആവശ്യകത, എത്ര സ്റ്റാഫ് വേണം എന്നുള്ളത് 3 സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈസ് ഡിവൈഡ് ഇൻ ടു 3 സെഗ്മെന്റ്സ്. ഒബ്വിയസ്ലി എന്താണ് 3 സെഗ്മെന്റ്? ടോപ്പ്, ഏറ്റവും മുകളിലുള്ളത് ടോപ്പ് മാനേജ്മെന്റ്, മിഡിൽ ഓർ ജൂനിയർ, മിഡിൽ ജൂനിയർ മാനേജ്മെന്റ്, അതിന്റെ ഇടയ്ക്കുള്ളത് ഏറ്റവും താഴെയുള്ളത് ലോവർ കാറ്റഗറി. അത്രേ ഉള്ളൂ. ഈ 3 കാറ്റഗറീസ് ആയിട്ട് ഒരു ഓർഗനൈസേഷന്റെ സ്റ്റാഫ് റിക്വയർമെന്റുകളെ തരംതിരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഒരു ഓർഗനൈസേഷന്റെ സ്റ്റാഫുകളുടെ റിക്വയർമെന്റുകൾ ഈ 3 കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് കാറ്റഗറിയിലേക്ക്, ഇപ്പൊ ടോപ്പ് ലെവലിലുള്ള കാറ്റഗറിയിലേക്കാണ് ഒഴിവ്, വേക്കൻസി. അപ്പൊ ടോപ്പ് ലെവലിലുള്ളവർക്ക് അവിടെ ആരൊക്കെയാണ് ഇന്റർവ്യൂവിൽ ഇരിക്കേണ്ടത് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ടോപ്പ്, പിന്നെ മിഡിൽ ഓർ ജൂനിയർ ലെവൽ മാനേജ്മെന്റ്, പിന്നെ കാറ്റഗറി 3, മൂന്നാമത്തെ കാറ്റഗറി ലോവർ കാറ്റഗറി സ്റ്റാഫ്. ഇങ്ങനെ 3ആയിട്ട് സൗകര്യപ്രദമായിട്ട് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ആണ്. അത് ആണെങ്കിൽ ഒരു സാധാരണ ഒരു സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ ക്യാൻ ബി അഡ്രസ്ഡ് ബൈ ദ HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ HODക്ക് വേണമെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാം. അത് പറയാം, ഇന്ന സ്ഥലത്ത് ഒഴിവുണ്ട്, ഒരു വേക്കൻസി ഉണ്ട്, അത് നമുക്ക് HOD അറിയിക്കാവുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റാഫ് റിക്വയർമെന്റ് ആണെങ്കിൽ. ഉദാഹരണം ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഓർ എ ഹൗസ് കീപ്പിംഗ് മാനേജർ അലോങ് വിത്ത് ദ HR മാനേജർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. ഇതങ്ങനെയുള്ള ഒഴിവൊക്കെ ഉണ്ടെങ്കിൽ അത് ആരെ അറിയിക്കുക? HR മാനേജറിനെയോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയോ അറിയിക്കാം. പിന്നെ അപ്പൊ ഇന്റർവ്യൂ പാനൽ ഫോർ എ ജൂനിയർ മാനേജ്മെന്റ്, നടുക്കുള്ള ഒരു കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഹോസ്പിറ്റൽസ് ആവുമ്പോൾ ഒരു നഴ്സിംഗ് സൂപ്രണ്ടന്റ് അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ടന്റ് അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള ഓരോ കാറ്റഗറിയിലും പെട്ട അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലുള്ള HOD അങ്ങനെയുള്ളവർ. അല്ലെ പിന്നെ ലാസ്റ്റ് നമ്മൾ എന്തായാലും ഉണ്ട്, നമ്മളാര് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും HR മാനേജറും എന്തായാലും അതിനകത്തുണ്ടായിരിക്കും. ഇവർക്ക് വേണമെങ്കിൽ അഡ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്യാം. ഇനി ഈ പാനലിൽ ഏത് ആണെങ്കിലും നമ്മളെപ്പോഴും എന്താ പറയാ, ഈ പറയുന്ന കാറ്റഗറീസ് അത് കുറച്ചുകൂടി താഴത്ത് നമ്മൾ അതിന്റെ ഒരു സ്പെസിമെൻ പോലെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് കുറച്ചുകൂടി ക്ലിയർ ആകും. അപ്പൊ ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് ടോപ്പ് ലെവലിലോ അല്ലെങ്കിൽ മിഡിൽ ലെവലിലോ അല്ലെങ്കിൽ ലോവർ കാറ്റഗറിയിലോ എവിടെയാണോ സ്റ്റാഫ് റിക്വയർമെന്റ് ഉള്ളത് അതിന് ആ പർട്ടിക്കുലർ വിഭാഗത്തിന്റെ HODയും മറ്റു ആളുകളും ഒപ്പം HR മാനേജറും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടായിരിക്കണം. ആ ഒരു എന്താ പറയാ ഇന്റർവ്യൂസ് ഒക്കെ നടത്താനും അതുപോലെ തന്നെ അവരെ ഇന്റർവ്യൂ ചെയ്യാനും ഒക്കെ ഇവരുടെ ഒരു ത്രൂ ആണ്. അവർ അഡ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം കാര്യങ്ങൾ
മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഓർക്കുക, ഈ 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന 3 കാറ്റഗറീസ് വീണ്ടും നമ്മളോട് പറയുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ഇങ്ങനെ എഴുതി വെച്ചേക്കണത് പഠിക്കുന്നതിനേക്കാൾ നല്ലത് അത് കുറച്ചുകൂടി ഇങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പഠിച്ചാൽ മതി. അപ്പൊ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. The staff requirement can be divided into 3 segments: top management, middle and junior management, and lower category staff. അത് അണ്ടർലൈൻ ചെയ്യാം ആ ഒരു സെന്റൻസ്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സാധനങ്ങളൊക്കെ പിന്നെ പറഞ്ഞ കാര്യമൊക്കെ ഇവിടെ ഇങ്ങനെ എന്താ പറയാ കാറ്റഗറൈസ് ചെയ്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ വിഷ്വലൈസ് ആകുന്ന രീതിയിൽ പോയിന്റ് ഇട്ട് കുത്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നോക്കാം. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം, കാണുമ്പോഴും എളുപ്പം തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഹൈ ഒഫീഷ്യൽസ്, അതായത് ടോപ്പ് മാനേജ്മെന്റ് ആണ്. ടാലന്റ് അക്വിസിഷൻ ഫോർ ഹൈ ഒഫീഷ്യൽസ് അല്ല സീനിയർ മാനേജ്മെന്റ് കാറ്റഗറി. ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറിയാണ്. ഒന്നാമത്തെ കാറ്റഗറിയിൽ ഏറ്റവും ടോപ്പിലുള്ള കാറ്റഗറിയിൽ ഒഴിവുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഇങ്ങനെ പിന്നെ സീനിയർ മാനേജേഴ്സ്, ഇങ്ങനെയുള്ള മാനേജേഴ്സിന്റെ അതിന്റെ കൂടെ ഉള്ളതാണ്. അതിങ്ങനെ അടുത്ത പേജിലേക്ക് ആയതുകൊണ്ട് എന്താ പറയാ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം. സീനിയർ മാനേജേഴ്സ് അതിന്റെ കൂടെ ഉള്ളത്, അതായത് ടോപ്പ് ഹൈ ലെവൽ ഒഫീഷ്യൽസിന്റെ കാറ്റഗറിയിൽ ഇഫ് ദർ ഈസ് വേക്കൻസി ഉണ്ടെങ്കിൽ ആ ഹൈ ലെവൽ ആളുകളാണ് പറഞ്ഞേക്കണേ. വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, സീനിയർ മാനേജേഴ്സ്, ഇതൊക്കെ ടോപ്പ് ലെവലിൽ വരുന്നവരാണ്. അവരെയൊക്കെ എന്താ പറയാ ഇന്റർവ്യൂ നടത്തുമ്പോൾ ആ പാനലില് ഏകദേശം ചെയർമാൻ ഓഫ് ദ ഹോസ്പിറ്റല്, കോപ്പറേറ്റീവ് GM ജനറൽ മാനേജർ അല്ലെങ്കിൽ ജനറൽ മാനേജറിന്റെ അഡ്മിൻ, അതുപോലെ ടെക്നിക്കൽ ഹെഡ്, പിന്നെ ജനറൽ മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനകത്തെ ജനറൽ മാനേജർ, ഇവരൊക്കെ ആ ഒരു പാനലില് ഉണ്ടാകാവുന്നതാണ്. മനസ്സിലായോ? ആ കാറ്റഗറി, ഈ പറയുന്ന കാറ്റഗറീസ് തരംതിരിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഒന്നാമത്തെ കാറ്റഗറിയാണ് വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, സീനിയർ മാനേജർ. അതിനകത്ത് വരുന്ന ആ പാനലിൽ വരേണ്ട ആളുകളാണ് ചെയർമാൻ, കോപ്പറേറ്റീവ്, ജനറൽ മാനേജർ അഡ്മിൻ അല്ലെങ്കിൽ ഉണ്ടായാലും മതി, ടെക്നിക്കൽ ഹെഡ്, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ മാനേജർ. ഓക്കെ, ഇനി ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി എന്ന് വെച്ചാൽ മിഡിൽ കാറ്റഗറി, ടാലന്റ് അക്വിസിഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി അല്ലെങ്കിൽ മിഡിൽ മാനേജ്മെന്റ് കാറ്റഗറി. ഇതിനകത്ത് വരുന്നത് മാനേജേഴ്സ്, അസിസ്റ്റന്റ് മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്. ഓക്കെ, അങ്ങനെയുള്ളവരാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഒരു എന്താ പറയാ ഇന്റർവ്യൂ പാനലിൽ മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് ഡെസിഗ്നേറ്റഡ് ബൈ ദ ചെയർമാൻ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരാളെ ഇങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് ആ ആള് അല്ലെങ്കിൽ ജനറൽ മാനേജർ, അഡ്മിൻ, കൺസേൺഡ് ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ HOD, പിന്നെ എന്തായാലും ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്തായാലും വേണം, അത് എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ടും ഉണ്ടായിരിക്കണം. അപ്പൊ ഇതാണ് അവരുടെ മിഡിൽ അല്ലെങ്കിൽ ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിലെ ഇന്റർവ്യൂ പാനലിൽ വരേണ്ടത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, അതെ നിങ്ങളുടെ വലിയ സെന്റൻസ് ഇല്ലേ, ടാലന്റ് അക്വിസിഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ഇന്റർവ്യൂ മാനേജ്മെന്റ് കാറ്റഗറി, അവിടെയൊക്കെ സ്റ്റാർ ഇട്ട് വയ്ക്കുക കേട്ടോ. അത് സ്റ്റാർ ആണ്. പിന്നെ ഏറ്റവും ആദ്യത്തെ നമ്മുടെ മുകളിലെ ടാലന്റ് അക്വിസിഷൻ ഫോർ ഹൈ ഒഫീഷ്യൽസ്, അവിടെ സ്റ്റാർ ആണ്. അതിന്റെ താഴെ വരുന്നതിനകത്താണ് ആ ബുള്ളറ്റ് ഇട്ടേക്കുന്നത്, കുത്തിട്ടേക്കുന്നത് കേട്ടോ. അത് അവിടെ എനിക്ക് തോന്നുന്നത് ഇച്ചിരി ഇതായി പോയതായിരിക്കാം. ഇനി സബ് സ്റ്റാഫുകളാണ്. റിക്രൂട്ട്മെന്റ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ് പറയുമ്പോൾ ഏറ്റവും താഴെ ഉള്ളത് സബ് സ്റ്റാഫുകൾ കാറ്റഗറി, ഫ്രണ്ട് ഓഫീസ്, അക്കൗണ്ട് സ്റ്റാഫ്, പിന്നെ ക്ലാസ് 4 സ്റ്റാഫുകളൊക്കെ, 4ാം ക്ലാസ് സ്റ്റാഫുകളൊക്കെ. അവിടെയാണെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അവര് മതി ഈ ഏറ്റവും താഴെയുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യാനായിട്ട് റിക്രൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ പാനലിൽ ഇരിക്കാനായിട്ട്. അപ്പൊ ഈ കാറ്റഗറൈസേഷൻ രീതിയിലാണ് ഇത്ര ഇന്ന ഇതൊക്കെ കാറ്റഗറിയിലുള്ള ആളുകൾ ഇരിക്കുമ്പോൾ അവരാരാണ് ഇന്റർവ്യൂ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തേക്കണം. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നോക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി മറ്റേ ആ പാരഗ്രാഫ് ആയിട്ട് എഴുതിയിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നിങ്ങൾക്ക് എന്താ പറയാ വായിക്കാനും പഠിക്കാനും എളുപ്പമാകുക. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഗ്രൂപ്പും ആ ഗ്രൂപ്പിനകത്ത് ഏതൊക്കെ കാറ്റഗറിയിലെ വേക്കൻസി വന്നാൽ ആരൊക്കെയാണ് പാനലിൽ വരിക. ഓക്കെ, അതാണ് ആ സ്പേസ് ഇട്ട് എഴുതി. അങ്ങനെ മനസ്സിലായോ? അത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ടിക്കറ്റ് വെച്ചേക്കാം. ഏതൊക്കെ ടോപ്പ് ലെവലിൽ അല്ലെങ്കിൽ മിഡിൽ ആൻഡ് ജൂനിയർ മാനേജ്മെന്റിൽ അല്ലെങ്കിൽ സബ് സ്റ്റാഫിന്റെ അകത്ത് വരുന്ന ഇന്ന ആളുകളിലേക്ക് എന്താ പറയാ ആ കാറ്റഗറിയിൽ വേക്കൻസി വരുമ്പോൾ ആരാണ് ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ളതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ടിക്കറ്റ് വെക്കാം. ഒന്ന് വായിച്ചു നോക്കിയത്, അത് വായിച്ചു നോക്കിയാ അത്രയും ഭാഗം.
ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത പറഞ്ഞോട്ടെ, അത് പാരഗ്രാഫും കൂടി പറഞ്ഞ് നിർത്താൻ പറ്റുമെങ്കിൽ അല്ലേ? ഓക്കെ, സിമ്പിൾ ആണ്, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ അപ്പൊ നമ്മൾ ഇന്റർവ്യൂ പാനലിനെ ഡിസൈഡ് ചെയ്തു അല്ലെ? ഇന്റർവ്യൂ പാനലിനെ ഡിസൈഡ് ചെയ്താൽ എന്താ കാര്യം? ഇറ്റ് ഷുഡ് ബി ഇന്റിമേറ്റഡ്, അതായത് നമ്മളത് അവരെ അറിയിക്കണം ബിഫോർ ഫൈനലൈസിങ് ദ ഡേറ്റ്. ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിച്ചു അതെ ഇവരൊക്കെയാണ്, കാരണം ഈ ലെവലിലുള്ള ആളുകൾക്കാണ് നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുന്നത്, അപ്പൊ ഇവരൊക്കെയാണ് വേണ്ടത്, അതൊക്കെ നമ്മൾ തീരുമാനിച്ചു. ഈ തീരുമാനം നമ്മൾ എടുത്തത് കൊണ്ട് ഇന്ന ആളുകളുടെ ഇന്റർവ്യൂ ആയിരുന്നില്ലേ, അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ, അവര് അപ്പൊ നിങ്ങളാണ് ഇവിടെ ഇന്റർവ്യൂ ചെയ്യേണ്ടതെന്ന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും ഇവിടെ പറയണ്ട. പക്ഷെ ആ ഇന്റർവ്യൂവിൽ അവരാണെങ്കിലും യു ഹാവ് ടു മേക്ക് സം കൺഫർമേഷൻ ഫ്രം ദം. അവരിൽ നിന്ന് എന്ത് ചെയ്യണം? കൺഫർമേഷൻ വാങ്ങിക്കണം. എന്റെ ഈ ഡേറ്റില് എനിക്ക് ഓക്കെയാണ്, ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ കൺഫേം ചെയ്യണം. അവിടെയാണ് കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇന്റർവ്യൂ പാനല് ഡിസൈഡ് ഒക്കെ ചെയ്തു. സോ ഇറ്റ് ഷുഡ് ബി ഇന്റിമേറ്റഡ് ടു ദം ആൻഡ് ഓൾസോ ദർ കൺഫർമേഷൻ ഡേറ്റ്, ആ ഒരു ഡേറ്റ് അവരിൽ നിന്ന് കൺഫേം ചെയ്ത് വാങ്ങിക്കണം. അത് അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കണം. ആർക്ക്? നമ്മുടെ ഇന്റർവ്യൂ പാനലില് ആളുകൾക്ക് എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്ക് പല രീതിയിലുള്ള ചിലപ്പോൾ എൻഗേജ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ? ഹോസ്പിറ്റൽസിലൊക്കെ ആകുമ്പോൾ ഡോക്ടേഴ്സിനെ ചിലപ്പോൾ വല്ല സർജറി ഫിക്സ് ചെയ്തതോ മെയിൻ ആയിട്ടുള്ള വല്ല ഓപ്പറേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപ്പോയിന്റ്മെന്റുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവരെല്ലാം അവരുടെ ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അവരുടെ ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇത് അവരോട് അറിയിച്ചു, ഇനി ആ ഡേറ്റ് വരുമ്പോൾ ഓടി ചെന്നിട്ട് വേഗം വേണ്ടാട്ടോ ഇന്റർവ്യൂയുടെ സമയമായി എന്ന് പറഞ്ഞ് വിളിക്കുകയല്ല, എന്ത് ചെയ്യണം? റീകൺഫർമേഷൻ വാങ്ങിക്കണം. എപ്പോ? ബിഫോർ കപ്പിൾ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് ഒന്നുകൂടി അവരെ ഓർമ്മിപ്പിച്ച് റിമൈൻഡ് ചെയ്ത് അവരുടെ റീകൺഫർമേഷൻ ഒന്നുകൂടി വാങ്ങിക്കണം. അപ്പൊ 2 ദിവസം മുമ്പ് ഒന്നുകൂടി പോയി ഓർമ്മിപ്പിക്കണം, ഡേ ആഫ്റ്റർ ടുമാറോ അല്ലെങ്കിൽ എന്താ പറയാ ആഫ്റ്റർ 2 days നമ്മുടെ ഇന്റർവ്യൂ ആണ് കേട്ടോ, പറഞ്ഞ ആ ഒരു ഇതിന്റെ ഇന്റർവ്യൂ ആണ്, ടൈം ഇന്നതാണ് എന്നും കൂടി അവർക്ക് ആ ഒരു കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കണം. എന്നിട്ടാണ് അവരുടെ ആ ഒരു പ്രസൻസ്, അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുക. അല്ലാണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ അറിയിച്ചിരുന്നതല്ലേ എന്നൊന്നും പിന്നീട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇതൊക്കെ ഇന്റർവ്യൂവിന് മുമ്പ് നടക്കുന്ന കാര്യമോ. നമ്മൾ വിചാരിക്കും എന്ത് എളുപ്പമല്ലേ, അവർക്ക് അവിടെ ഇന്റർവ്യൂ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ലാന്ന്. പക്ഷെ അതിന്റെ പിന്നില് ഒരുപാട്, അതിന്റെ വാക്സിനിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം HR ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് have to think about it, and also it should be intimated to the interview panel and their reconfirmation, reminding of their date എല്ലാം തന്നെ ബിഫോർ 2 days അവരെ അറിയിച്ചിരിക്കണം. അവരുടെ കൺഫർമേഷൻ, അവരുടെ കൺസെന്റ്, അവരുടെ പ്രസൻസ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം, എന്താ പറയാ എൻഷുവർ ചെയ്യണം, ഉറപ്പാക്കണം. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയാ അവരെ അറിയിക്കുന്നത് ഷുഡ് ബി മെയ്ഡ് ത്രൂ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം, IOM എന്ന് പറയും. ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം ത്രൂ ആണ് ഈ പറയുന്ന കൺഫർമേഷൻ ഒക്കെ അവര് ആരിൽ നിന്ന് വാങ്ങിക്കുന്നത്? നമ്മുടെ ഇന്റർവ്യൂ പാനലിലുള്ള ഡോക്ടേഴ്സോ HODയോ ആരൊക്കെയാണോ അവരിൽ നിന്ന് വാങ്ങിക്കുക. അപ്പൊ അതിന് ആരൊക്കെ സൈൻ ചെയ്യണം? ഇഷ്യൂ ചെയ്യുന്ന ആൾ ആരാണ്? HR മാനേജർ ആണ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആള്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ ആളും സൈൻ ചെയ്യണം. പിന്നെ ഇന്റർവ്യൂ പാനലിലെ മെമ്പേഴ്സിനെ കൊണ്ടും സൈൻ ചെയ്യിപ്പിക്കണം. ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം, ഒരു ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്യിപ്പിച്ചിട്ടാണ് അവരുടെ കൺഫർമേഷൻ വാങ്ങിക്കുന്നത്. അതെന്താ? പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഡേറ്റ് ഒക്കെ ഫോൺ വിളിച്ച് പറഞ്ഞു, പോയി പറഞ്ഞു, ഇതൊന്നും കാര്യമില്ല. എഴുതി തയ്യാറാക്കിയതാണ് ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു തെളിവ് അല്ലെ? ഇതൊക്കെ അറിയിച്ചിരുന്നതാണ്, സാറ് എന്താ പറയാ സൈൻ ചെയ്ത് തന്നതല്ലേ, പിന്നെ അതുകൊണ്ട് അത് മറന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എന്താ പറയാ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഒഴിവാക്കാൻ ഈ പറയുന്ന ഒരു എവിഡൻസ് അവിടെ ഉണ്ടാകും. അപ്പൊ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം ഈസ് പ്രിപ്പയർഡ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സൈൻഡ് ബൈ ദ ഇഷ്യൂവർ ആൻഡ് ഓൾസോ ദ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ്. റിവ്യൂ ചെയ്യുന്ന പാനൽ മെമ്പേഴ്സും അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്ന HR മാനേജറോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററോ ആരാണോ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? സൈൻ ചെയ്ത് എന്ത് ചെയ്യും? ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്കെഡ്യൂൾ ചെയ്യാനായിട്ട് പാടായിരിക്കും. അപ്പം ആൻഡ് ദ ഡേറ്റ് ഓർ അതർ തിങ്സ്, ബാക്കിയുള്ള ഇന്റർവ്യൂന്റെ കാര്യങ്ങളൊക്കെ അതനുസരിച്ച് അവർ സ്കെഡ്യൂൾ ചെയ്യും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അത്രയും
ആ ഒരു പേജിന്റെ 49 ഇവിടെ നമ്പർ ഇട്ടാക്കുന്ന പേജിന്റെ അറ്റം വരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് മാർക്ക് ചെയ്യാം സെന്റൻസ്. The interview panel should be initially intimated orally before finalizing the interview date, which is convenient to the panel members. Panel members ന് എന്താ പറയുക സൗകര്യപ്രദമായ ഒരു ഡേറ്റ് അവരുമായിട്ട് കണ്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തി ഒരു ഡേറ്റ് ഫൈനലൈസ് ചെയ്യാവുന്നതാണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. സെക്കൻഡ് സെന്റൻസും ഇറ്റ് ഹാസ് ടു ബി റിമൈൻഡഡ് ആൻഡ് റീകൺഫേംഡ്. അതിനുശേഷം വീണ്ടും നമ്മൾ അവരെ ഓർമ്മിപ്പിക്കണം, അവരെ റീകൺഫർമേഷൻ വാങ്ങിക്കണം. ജസ്റ്റ് എ കപ്പിൾ ഓഫ് ഡേയ്സ് ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പുള്ള 2 ദിവസത്തിനുള്ളിൽ മുമ്പ് എന്ത് ചെയ്യണം, അവരിൽ നിന്ന് കൺഫർമേഷൻ എഴുതി വാങ്ങിക്കേണ്ടതാണ്, അവരുടെ സാന്നിധ്യം അറിയിക്കുന്ന പ്രസൻസ് വരെ. രണ്ടാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഈ കൺഫർമേഷൻ നമ്മൾ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ്. അതായത് നോർമലി ഇറ്റ് ഷുഡ് ബി എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഷുഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫർമേഷൻ ആണ്. ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ആൻ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം ഡ്യൂലി സൈൻഡ് ബൈ ദ ഇഷ്യൂവർ ആൻഡ് ദ സിഗ്നേച്ചർ ഓഫ് ദ പാനൽ മെമ്പേഴ്സ്. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. നോർമലി എന്നുള്ളത് വേണമെന്നില്ല കേട്ടാ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? പറയ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ഈ IOM-ല് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് അറിയാമോ? അതിന്റെ ഒരു നമ്പർ, ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിന് ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ ഉണ്ടായിരിക്കും, പിന്നെ അതിന്റെ ഡേറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആർക്കാണ് ഇതാരെയാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്, ആരുടെ പേരിലാണ് ഈ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കിയേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതിനകത്ത്. ഈ മെമ്മോറാണ്ടത്തിൽ അതിന്റെ ഒരു സ്പെസിഫിക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി മറ്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള ലെറ്റേഴ്സ് ഒക്കെ പോലെ അതിനകത്ത് കുറെ കാര്യങ്ങളൊന്നും ഇങ്ങനെ ടൈപ്പ് ചെയ്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ തന്നെയാണ് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതാ? നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാ ഒഫീഷ്യൽ ലാംഗ്വേജ്? പറയും, നിങ്ങൾ പറ. ഏതൊക്കെ ലാംഗ്വേജ്? അത് തന്നെ. ഇപ്പൊ പറയട്ടെ, വേഗം അത് അങ്ങനെ വേഗം പറയണം. ഇംഗ്ലീഷാണ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. അപ്പൊ ഈ മെമ്മോറാണ്ടം, ഈ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്താ പറയാ, അവിടുത്തെ ഏത് നാട്ടിലെ ആൾക്കാരാണ്? ഇപ്പൊ ഹിന്ദി നാട്ടിലെ ആൾക്കാർ, നോർത്ത് ഇന്ത്യക്കാരാണെങ്കിൽ ഹിന്ദിയിലേ ചോദിക്കുന്നു, നമ്മൾ മലയാളികളാണെങ്കിൽ അങ്ങനൊന്നും വേണ്ടാന്ന്. ഇതെല്ലാം ഒഫീഷ്യൽ ലാംഗ്വേജ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷിൽ തന്നെ അത് ഉണ്ടാക്കിയാൽ മതി. പിന്നെ സാലൂട്ടേഷൻസ് ഇല്ലേ, നമ്മളിങ്ങനെ അഭിസംബോധന ചെയ്ത് പറയില്ല, അങ്ങനത്തെ സോൾട്ടിങ്സ് ഒക്കെ ലൈക്ക് ഡിയർ സർ, ഡിയർ മാഡം, അതൊന്നും വേണ്ടാന്ന്. അതൊക്കെ അവോയ്ഡ് ചെയ്യാം. അങ്ങനത്തെ ഫോർമാലിറ്റീസ് ആയിട്ടുള്ള താങ്ക് യു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മനഃപൂർവ്വം നമുക്കത് അവോയ്ഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി അവോയ്ഡഡ്. ഓക്കെ, ആ ഒരു സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത ആ പേജില് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ IOM നമ്പർ, IOM ഡേറ്റ് എന്നുള്ളത്. IOM-ന്റെ ഫുൾ ഫോം അവിടെ ഉണ്ട് കേട്ടോ, ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം. കണ്ടോ നിങ്ങളവിടെ പാരഗ്രാഫിൽ എവിടെ ഉണ്ടായില്ലേ? അതെവിടെ ഉണ്ട്, ഒന്ന് അണ്ടർലൈൻ ചെയ്തേ കേട്ടോ. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക്, അത് പറഞ്ഞു പറയാം. ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം, IOM. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ആ പാരഗ്രാഫിൽ ഇങ്ങനെയുള്ള സാലൂട്ടേഷൻസ്, ഡിയർ സർ, ഡിയർ മാഡം, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് ലവിംഗ്ലി, യുവേഴ്സ് സിൻസിയർലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതൊന്നും നമ്മുടെ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമില്ല. അതിന്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട്. ഇനി കുറെ ഫോംസും അതുപോലെ കുറെ റൂൾസും റെഗുലേഷൻസും ഒക്കെയാണ് കേട്ടോ. ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം, അതിന്റെ ഒരു നമ്പർ, അതാണ് ഈ കൊടുത്തേക്കണേ. ആദ്യം കൊടുത്തത് ഇന്റർ ഓഫീസിന്റെ നമ്പറാ, AIMS, അതായത് ഹോസ്പിറ്റൽസിന്റെ പേരാണ്. പിന്നെ അതിന്റെ വർഷം, പിന്നെ HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകാരാണ് തയ്യാറാക്കണേ. എന്നിട്ട് പറഞ്ഞിട്ട് ഒരു സ്ലാഷ്, ഒരു 36 എന്നൊക്കെ പറഞ്ഞ നമ്പറാണ് IOM-ന്റെ നമ്പർ. ഇനി അത് ഡേറ്റ്, ഏതാണ് ആ ഡേറ്റ്? ആ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഡേറ്റ് ആണ് 20th April. പിന്നെ അതാരെ തയ്യാറാക്കുന്ന? HR മാനേജറാണ് ഈ ഒരു കേസിൽ. HR മാനേജറോ അല്ലെങ്കിൽ HA, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മാനേജറോ അവർക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇവിടെ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് HR മാനേജറാണ്. എന്നിട്ട് ഇത് ആർക്കാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്? ടു ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ്, ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റർ, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്, മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, ഇവരൊക്കെയാണ് പാനൽ മെമ്പേഴ്സിൽ വരാൻ പോണേ. ഈ നടത്താൻ പോകുന്ന ഇന്റർവ്യൂല് അവിടെ നമുക്ക് വേണ്ട ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന്റെ പേരുകളാണ്. അവിടുത്തെ ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റർ, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്, പിന്നെ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, ഇവരൊക്കെയാണ് വേണ്ടത്. അപ്പൊ അവരൊക്കെ സൈൻ ചെയ്യണം. ഓക്കെ, പിന്നെ സബ്ജക്ട്, എന്ത് വിഷയത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം? ഇന്റർവ്യൂ ഫോർ വേരിയസ് പോസ്റ്റ്, പല പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് ഈ IOM നമ്മൾ ഫില്ല് ചെയ്യുന്നതാണ്. ഇനി റെഫറൻസ്, എന്തുമായിട്ട് റെഫർ ചെയ്തിട്ടാണ്? അവർ ടെലിഫോണിക് ടോക്ക് ഓൺ 18th April
2022. അതായത് നമ്മൾ നേരത്തെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് 18 ഏപ്രിലിൽ നമ്മൾ കോൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഇത് സൈൻ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്ന റെഫറൻസ്. ഇനി അതിന്റെ കണ്ടന്റ് ആണ്. കണ്ടന്റ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഡിയർ ഓൾ, പ്രിയപ്പെട്ടവരെ, പ്ലീസ് റെഫർ ടു അവർ ടെലി ടോക്ക് ഓഫ് 18th April instant regarding the confirmation of proposed interview scheduled on 20th April 2022 for various posts. നമ്മൾ നേരത്തെ 18 ഏപ്രിലിൽ നടത്തിയ നമ്മളുടെ ഒരു കൺഫർമേഷൻ ടോക്ക് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് 20-ാം തീയതി ഏപ്രിൽ 2022 പല പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനുള്ള സ്കെഡ്യൂളിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു സംസാരിച്ചിരുന്നു. ആസ് കൺഫേംഡ് ബൈ യു, ദിസ് ഈസ് എ റീകൺഫർമേഷൻ ആൻഡ് റിമൈൻഡർ ഫോർ പ്ലാനിങ് യുവർ സ്കെഡ്യൂൾ അക്കോർഡിംഗ്ലി. ഇത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒന്നുകൂടി ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് വീണ്ടും നിങ്ങളോട് ചോദിക്കാനും അതുപോലെ നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തരുന്നത്. യു ആൾ ഷാൽ ബി പ്രസന്റ് അറ്റ് ദ സ്കെഡ്യൂൾഡ് വെന്യൂ അറ്റ് 10 AM. നിങ്ങൾ എല്ലാവരും 10 മണിക്ക് തന്നെ ആ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എവിടെയാണ് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിത്ത് റിഗാർഡ്സ് HR മാനേജർ ആണ് ഇത് തയ്യാറാക്കിയത്. അപ്പൊ ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. അതിന്റെ പർട്ടിക്കുലർ ഫോർമാറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലല്ലേ ഫോം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കൊണ്ടുപോയി ഇനി എന്ത് ചെയ്താൽ മതി, ഇവരെയൊക്കെ കാണിക്കുക, ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ സൈനുകൾ വാങ്ങിക്കുക, ഓരോരുത്തരെയും കാണിക്കുക, അവർക്ക് സൈൻ വാങ്ങിക്കുക. ഇപ്പൊ അവർക്ക് മെയിൽ ചെയ്തോ ഫാക്സ് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരത് കണ്ടോളും, അവരത് വായിക്കും, അവരവരുടെ സിഗ്നേച്ചറിലൂടെ അവരുടെ കൺഫർമേഷൻ അറിയിച്ചോളും. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഒരു ഇന്റർവ്യൂവില്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. നമ്മൾക്ക് വരാനുള്ള കാര്യങ്ങൾ വേറെയും വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ബാക്കിയൊക്കെ അങ്ങനെയുള്ളതാണ്. ഐ തിങ്ക് ഇവിടെ വരെ ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ്. അപ്പൊ നമ്മൾ ഷോർട്ട് ലിസ്റ്റിംഗ് തുടങ്ങിയാണ് പഠിച്ചത്. ഹൗ ദ ആപ്ലിക്കേഷൻസ് ആർ ഷോർട്ട് ലിസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ പാരാമീറ്റേഴ്സ് അല്ലെ. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഷോർട്ട് ലിസ്റ്റിംഗ് പഠിച്ചു. പിന്നെ ഇന്റർവ്യൂ പാനലിനെ കുറിച്ച് പഠിച്ചു. ഇന്റർവ്യൂ പാനലിന്റെ സമ്മതം മേടിക്കുന്നു അല്ലെ, ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്ന ആളുകളെയാണോ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പാനൽ വേണം സെലക്ട് ചെയ്യാനും പറഞ്ഞു. പിന്നെ അതിന്റെ കാറ്റഗറീസ് 3 തരത്തില് 3 തട്ടിലായിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷനും അതിന്റെ സ്റ്റാഫ് മെമ്പേഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ഓർ ഹൈ ലെവല്, പിന്നെ ജൂനിയർ ഓർ മിഡിൽ ലെവല്, അതുപോലെ ലോവർ കാറ്റഗറി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പോയിന്റ് വൈസ് ആയിട്ട് ഇങ്ങനെ തന്നു. നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ. പിന്നെ ഇന്റർവ്യൂ പാനലിന് ോട് നമ്മള് കൺഫർമേഷൻ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ റീകൺഫർമേഷൻ ഒരു 2 ദിവസം മുമ്പ് വീണ്ടും അവരെ ഓർമ്മിപ്പിക്കാനും റീകൺഫർമേഷൻ വായിക്കാൻ വേണ്ടി ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾ ആരാണോ, HR മാനേജർ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിക്കോട്ടെ, ഹൂവർ മേ ബി, അവരും കൂടി സൈൻ ചെയ്ത് അത് കൃത്യമായിട്ട് സ്കെഡ്യൂൾ ചെയ്യണം. അതിനകത്ത് IOM-ന്റെ നമ്പർ ഉണ്ടായിരിക്കണം, IOM-ന്റെ ഡേറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഓൾ ദീസ് തിങ്സ്. അതിന്റെ ഒരു ഫോർമാറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരെയാണ് നമ്മൾ ഇന്നത്തെ കോൾ ലെറ്റർ. അടുത്ത ദിവസം എടുത്താൽ മതിയോ? ഇനി ഉണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എടുക്കും. 5 മിനിറ്റ് ഉണ്ട്. ശാലായി വായിച്ചു നോക്കണോ? ആരും മിണ്ടല്ലോ. മിണ്ടാതിരിക്കണേ എന്തിയേ? കുറച്ച് പേര് വായിക്കണം. ഓക്കെ, വായിച്ചു. അപ്പൊ ഞാൻ എടുക്കണം. അവിടെ തുടങ്ങി വായിക്കണം. ഇതിനകത്ത് നിങ്ങൾ പെട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാനേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ലാസ്റ്റ് പറഞ്ഞ പാരഗ്രാഫിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനായിട്ട് IOM-ന്റെ ഡേറ്റ് നമ്പർ അത് കണ്ടെയ്ൻ ചെയ്യണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കും കേട്ടാ. പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജില് ഒഴികെ വേറൊന്നും വേണ്ടാന്നാണ് അവിടെ പറഞ്ഞേക്കണേ കേട്ടോ. Unlike other official letters, IOM should not carry any type of formality other than official language എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒഫീഷ്യൽ ലാംഗ്വേജ് ഒഴികെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫോർമാലിറ്റീസ് ഒന്നും നമ്മുടെ ഈ IOM-ല് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. It should contain IOM number. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണേ. വായിച്ചോ. ഇനി അടുത്തില്ല. അപ്പൊ ഇനിയിപ്പം 3 മിനിറ്റ് കോൾ ലെക്ചർ തുടങ്ങി അടുത്ത ദിവസം എടുക്കാം. വായിച്ചിട്ട് മനസ്സിലാവണില്ലേ പറഞ്ഞ എന്തൊക്കെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാനുണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും
ബുദ്ധിമുട്ട് ഫേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. അതല്ലാതെ നമുക്ക് മനസ്സിലാവില്ല. ഓപ്പണായിട്ട് പറയാ. ഓക്കെ, ബുദ്ധിമുട്ടില്ല നമുക്ക്. നിങ്ങളുടെ ഹാപ്പിനെസ്, സന്തോഷമാണ് നമ്മളുടെ സന്തോഷം. ഇനിയുള്ളതൊക്കെ ഇച്ചിരി സിമ്പിൾ ആണ്. ഐ തിങ്ക് തീരും. ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം, IOM, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം. പേടിക്കൊന്നും വേണ്ട, ഒരു പേടിയും വേണ്ട. കഴിഞ്ഞ ദിവസം എന്നെ ഇതുപോലെ എന്താ പറയാ, യെസ്, അപ്പൊ കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ഒരു കുട്ടി PG ഒക്കെ കഴിഞ്ഞിട്ടില്ല, ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂല് പങ്കെടുക്കാനായിട്ട് പോകാനായിട്ടുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോ ഇതുപോലെ ഭയങ്കര ടെൻസ്ഡ് ആണ്, എന്ത് ചെയ്യും, എന്തൊക്കെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിയൊക്കെ പിടിച്ചിട്ടൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് പേടിക്കണം നമ്മള്, അവരും മനുഷ്യരാണ് നമ്മളും മനുഷ്യരാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങള് പെട്ടെന്ന് അതിന് ആൻസർ കൊടുക്കുക, ലാഗ് വരുത്താതെ. അതാണ് ഏറ്റവും വലിയ കാര്യം. ലാഗ് വരുത്താതെ നമ്മൾ എന്ത് ചെയ്യാം, പറയുന്ന കാര്യമൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് നമുക്കറിയാവുന്നതാണെങ്കിൽ നമുക്കറിയാവുന്നതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? അതല്ലെങ്കിൽ സോറി പറഞ്ഞിട്ട് ജസ്റ്റ് മൂവ് അഹെഡ്. അതായത് നമ്മളൊന്ന് സോറി പറയാം, നമുക്കറിയില്ല എന്നാണ് നമ്മളുടെ ആ സോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ പറഞ്ഞ് നമ്മൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ലാംഗ്വേജിൽ തന്നെ, നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ എനിക്കത് പറയാൻ കോൺഫിഡന്റ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ പറയാം, അതല്ലെങ്കിൽ മലയാളത്തിൽ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറയാം. നമ്മൾ പേടിച്ചും വരച്ചും അങ്ങനെ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ എന്താ പറയാ ഇതിനെ ബാധിക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഭയങ്കര സ്മാർട്ടായിട്ടും എനർജറ്റിക് ആയിട്ട് നമ്മുടെ അപ്പിയറൻസിലും അതുപോലെ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴൊക്കെ നമ്മൾ സ്മാർട്ടായിട്ട് ഇരിക്കുക. ഒന്നും പേടിക്കൊന്നും വേണ്ട, ഒരു പേടിയില്ല. അപ്പൊ ആ കുട്ടി അങ്ങനെ ചോദിച്ചു, ഞാൻ കുറച്ച് മോട്ടിവേഷൻ ഒക്കെ ഇങ്ങനെ വോയിസിലൂടെ ഒക്കെ മെസ്സേജ് ആയിട്ട് കൊടുത്തു. കുറച്ച് ദൂരെയുള്ള ആളുകളാണല്ലോ, നിങ്ങൾ എല്ലാവരും അകലെയാണ്, നമുക്ക് പോയി കണ്ടിട്ട് അവരോട് പേടിക്കേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ വോയിസ് അയച്ച ആൾക്ക് കൊടുത്ത് പറഞ്ഞു, പേടിക്കേണ്ട, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് നമുക്ക് ഇവിടെ നമ്മുടെ ബുക്കിനകത്തുള്ള എന്താ പറയാ അക്കാഡമിക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരണമെന്നില്ല. അതിനേക്കാൾ ഉപരി അവിടെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ചിലപ്പോൾ അത് കണക്ട് ചെയ്തിട്ടായിരിക്കും അവർ നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുക. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ, ഇതൊക്കെ അറിയോ എന്നുള്ളത്, ഇതൊക്കെ ഇത്രയും വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും പോകുകയല്ലേ. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കും. സോ യു കൻ ആൻസർ, നിങ്ങൾക്ക് പറ്റും ആൻസർ ചെയ്യാനായിട്ട്. സ്മാർട്ടായിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കുക, എന്തും ചെയ്യാനായിട്ട് തയ്യാറായിട്ട് ഇരിക്കുന്നത് പോലെ അങ്ങോട്ട് ഇരിക്കാം, കുഴപ്പമില്ല. എന്നിട്ട് ആള് അങ്ങനെയൊക്കെ പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു. അപ്പൊ ഞാൻ മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടൊക്കെ ആള് ലീവ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ദിവസം ഇപ്പൊ ഒരു ഇന്നലെ മിനിയാന്ന് ആണ് എനിക്ക് മറുപടി വന്നു. ആൾക്ക് ഇന്റർവ്യൂ കഴിഞ്ഞു, നന്നായിട്ട് ചെയ്യാനൊക്കെ പറ്റി, അവിടെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് കയറുകയാണ്. ഇന്റർവ്യൂ ഒക്കെ നന്നായിരുന്നു, പേടിയായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് അറിയാത്തത് കൊണ്ട് ആൾ അന്നേരം പറഞ്ഞില്ല. പക്ഷെ ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞൊരു ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് എന്താ പറയാ മെസ്സേജ് കഴിഞ്ഞ ദിവസം കിട്ടുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെയാണ്, അല്ലാതെ നമ്മൾ പേടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇപ്പൊ ക്വാളിഫിക്കേഷൻ അതിന്റെ മാർക്ക് അത് ഇതൊന്നും അല്ല ഏറ്റവും കൂടുതൽ. നമ്മൾ എത്രത്തോളം എനർജറ്റിക് ആയിട്ട് സ്മാർട്ടായിട്ട് ഏത് കാര്യവും ചെയ്യും. അത് ചില ആളുകളെ കാണുമ്പോഴേ അവരിൽ നിന്ന് അത് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ആ ഒരു അപ്പിയറൻസ് നമ്മൾ കൊടുക്കണം, അതാണ് നമ്മുടെ വിജയം. അത് നമ്മൾ അങ്ങനെ തന്നെ വിചാരിച്ചു പോവുക, പ്ലസന്റ് ആയിട്ടിരിക്കുക എപ്പോഴും, അല്ലെ? കൂടിയായിട്ട് അയ്യോ എനിക്ക് കിട്ടോ, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയെങ്കിലും. ചിലപ്പോൾ നമ്മളെക്കാൾ അത്രയും കൂടി ഇതില്ലാത്തവരാണ് ചിലപ്പോൾ നമ്മുടെ കൂടെ ഇന്റർവ്യൂല് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നേക്കണെന്ന് മാത്രം വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചു പോയാലോ, അപ്പൊ നമ്മളാണ് ബ്രില്യന്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കുക. അല്ല അയ്യോ അവരൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഉണ്ടാവും, അങ്ങനെ കുറെ പഠിച്ചുകൊണ്ട് പോയത് കൊണ്ടും വലിയ കാര്യമില്ല. ഓക്കെ, പേടിക്കൊന്നും വേണ്ട. ഇന്റർവ്യൂല് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ പേടിയാവുന്നത് ഇപ്പൊ ഇവിടെ ഒരാള് ടൈപ്പ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മറുപടി പറഞ്ഞത്. എല്ലാവരും വായിച്ചൊന്നും എനിക്കറിയില്ല. കുട്ടികളുടെ ഒരാളവിടെ അത് കമന്റ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി ആയിട്ട് പറഞ്ഞതാണ്.
ടീച്ചർ എന്താണോ ഇരുന്ന് പറയുന്നത് എന്നൊക്കെ വിചാരിക്കില്ലേ പ്ലീസ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. സോ ബൈ. Thank you, ma'am. Thank you, ma'am. ഓക്കെ ഓക്കെ. എല്ലാവരും പോണോട്ടെ. ഇന്റർവ്യൂല് എന്തായാലും എവിടെയെങ്കിലും ഒക്കെ പോയി പങ്കെടുക്കണം. നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പോയിക്കോ. ഇപ്പൊ എന്താ പറയാ നമ്മുടെ PG-യുടെ സർട്ടിഫിക്കറ്റ് അല്ലേ, അതവിടെ ഇരിക്കട്ടെ. നിങ്ങൾ പോയിക്കോ, PG ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവരോട് ഇൻഫോം ചെയ്യാം. ഇവിടെ തുടങ്ങി ട്രൈ ചെയ്യാം. സോ വിൽ ഗെറ്റ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.